ഹല്ലേലൂയ. ദൈവനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ നിന്ന് വന്ദനം അറിയിക്കുന്നു. God is in us, we are in God. നാം ദൈവത്തിൽ, ദൈവം നമ്മിലിരിക്കുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം അവസാനിച്ച ഭാഗത്ത് നിന്ന് ഞാൻ വീണ്ടും ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് there are four stages of mysticism അല്ലെങ്കിൽ മിസ്റ്റിക്കൽ യൂണിയൻ. നമ്മൾ ഒരർത്ഥത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നവരും കേട്ടുപഠിക്കുന്നവരുമാണ്. ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടുപഠിക്കുന്നുണ്ട്. എന്നാൽ കേട്ടുപഠിക്കുന്നതിനപ്പുറത്ത് അനുഭവത്തിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്ന ഒരു ഗ്ലോറിയസ് ആൻഡ് റെയർ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ക്ലാസ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ സ്കൂളിലായിരിക്കണം. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർക്ക് അന്യഭാഷ സംസാരിച്ചുകൊണ്ട് വേണം ഈ ക്ലാസ്സുകളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. നിങ്ങളുടെ നാവ് അന്യഭാഷയിൽ നിറഞ്ഞിരിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവവുമായിട്ടുള്ള ആ യൂണിയൻ അനുഭവിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിൽ തുടരുവാനെന്ന് ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ അവസാനിപ്പിച്ച ഇടത്ത് നിന്ന് ആരംഭിക്കുകയാണ്. There are four stages. The first thing, that's a very simple stage. First stage എന്ന് പറയുന്നത് centralizing that God is in us and we are in God. Simple, ചെറിയ താക്കോലാണ്. ദൈവം എന്നിൽ, ഞാൻ എൻ്റെ ദൈവത്തിൽ. ഇത് നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് വരണം. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾ കേട്ടു, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ അതെത്തി. നിങ്ങളുടെ ബുദ്ധി പറഞ്ഞു ദൈവം നമ്മിലിരിക്കുന്നു, നാം ദൈവത്തിലിരിക്കുന്നു. എന്നാൽ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകണം. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്ക് പോകണം. ഹാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ എക്സ്പാൻഡ് അവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തെ ദൈവം വിശാലമാക്കും. സബ് കോൺഷ്യസ് മൈൻഡ് എന്തെങ്കിലും ഒരു കാര്യം റിസീവ് ചെയ്താൽ കോൺഷ്യസ് മൈൻഡിലെ ബലഹീനതയോ ലിമിറ്റേഷനോ അതിനെ ബാധിക്കത്തില്ല. നിങ്ങളുടെ സെൻസിൽ നിങ്ങൾ കാണുന്നത് പോലും നിങ്ങളുടെ ഹാർട്ടിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്നത് തിരുത്താനായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന അറിവുകൾക്ക് ഒരിക്കലും പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. എല്ലാ മിനിറ്റിലും നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് ക്രൈസ്റ്റ് ഇൻ മീ, I am in Christ. God in me, I am in the Lord. We are united. This is the first stage. Just practice it. Brothers, you have to practice it. നിങ്ങൾ കേട്ടിട്ട് പോകരുത്. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഇത് കൺഫസ് ചെയ്യുക. ക്രൈസ്റ്റ് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു, ഞാൻ പിതാവിലിരിക്കുന്നു, പിതാവ് എന്നിലിരിക്കുന്നു. ഓ, ഞാൻ പരിശുദ്ധാത്മാവിലിരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നിലിരിക്കുന്നു. I am in the spirit, spirit is in me. ഞാൻ ദൈവത്തിന്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്, ദൈവം എൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്. ദൈവത്തിന്റെ വീടാണ് ഞാൻ ദൈവത്തിന്റെ വീടാണ്, ദൈവമാണ് എൻ്റെ വീട്. ഞാൻ വസിക്കുന്ന മന്ദിരം ദൈവമാണ്, ദൈവം വസിക്കുന്ന മന്ദിരം ഞാനാണ്. ദൈവം എന്നെ അകത്ത് വെച്ച് സന്തോഷിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ അകത്ത് വെച്ച് സന്തോഷിക്കുന്നു. God is celebrating me, I am celebrating God.
ദൈവത്തിന് ഞാൻ വിലമതിക്കാനാകാത്ത ആളാണ്, എനിക്ക് ദൈവവും വിലമതിക്കാനാകാത്ത ആളാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ യൂണിയൻ. സിമ്പിൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് നമ്മുടെ കൺഫെഷൻ ആണ്. എന്താണ് നമ്മുടെ കൺഫെഷൻ? കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കർത്താവിലാണ്. ഇത് നമ്മുടെ കൺഫെഷൻ ആണ്, നമ്മുടെ ഏറ്റുപറച്ചിലും നമ്മുടെ ഇമാജിനേഷൻ ആണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. എന്താണ് ഇമാജിൻ ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ മൈൻഡിനെ എടുക്കണം. നിങ്ങളുടെ മൈൻഡ് എടുത്ത് ഇമാജിൻ ചെയ്യണം. കർത്താവിൽ, ഞാൻ എൻ്റെ ദൈവത്തിൽ ഇരിക്കുന്നു, ദൈവം എന്നിൽ ഇരിക്കുന്നു. ഈ ഇമാജിനേഷൻ ഇങ്ങനെ ഗ്രോൺ അപ്പ് ആവും. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യന്റെ നിരൂപണങ്ങൾ ഒന്നും അസാധ്യമാകുകയില്ല. ജെനസിസ് ചാപ്റ്റർ 11 നിങ്ങൾ വായിക്കണം. അത് ബാബേലിന്റെ പശ്ചാത്തലത്തിൽ, ബാബേൽ ഗോപുരം പണിയുന്ന പശ്ചാത്തലത്തിൽ ദൈവാദി ദൈവം പറഞ്ഞൊരു പദമാണ്. മനുഷ്യന്റെ നിരൂപണങ്ങൾ ഒന്നും, അതായത് മനുഷ്യന്റെ ഇമാജിനേഷൻസ് ഒന്നും അസാധ്യമാകുകയില്ല. എല്ലാ ക്രിയേഷന്റെയും തുടക്കം, എല്ലാ ആരംഭങ്ങളുടെ തുടക്കം നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് പറയുക ഞാനും ദൈവം ഒന്നാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ ആ ആരംഭം നിങ്ങളെ ആ ഒറിജിനൽ മിസ്റ്റിക്കൽ യൂണിയനിലേക്ക് എത്തിച്ചിരിക്കും. നിങ്ങളുടെ നിരൂപണങ്ങൾ, നിങ്ങളുടെ ഡ്രീം അസാധ്യമാകത്തില്ല. നിങ്ങളുടെ വിഷൻസ് വിഷൻസ്, ഡ്രീംസ്, ഇമാജിനേഷൻസ്, ഇതെല്ലാം മിസ്റ്റിക്കൽ ലാംഗ്വേജസ് ആണ്. നിങ്ങളുടെ ഡ്രീം ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഡ്രീം, അതൊരു സ്വർഗീയ ലാംഗ്വേജ് ആണ്. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അതിന്റെ അർത്ഥം അവര് കണ്ണടയ്ക്കുമ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുന്ന കഥയല്ല. They have imaginations. So the first step എപ്പോഴും centralizing God is in us. ഇതൊരു നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആരാധിക്കാനിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, ഒരു മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരേണ്ടത് God is in me. ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് സിമ്പിൾ യൂണിയൻ ആണ്. സിമ്പിൾ യൂണിയൻ. സിമ്പിൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഒരു ഇലക്ട്രിഫിക്കേഷനോ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ്, ഇതൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. ബട്ട് യു ആർ എൻജോയിങ് എ സിമ്പിൾ യൂണിയൻ. ക്രൈസ്റ്റ് ഇൻ മീ, ഐ ആം ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ബബ്ലിംഗ് ഉണ്ടാവും. നമ്മുടെ ഉള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു സന്തോഷം. അതൊരു തുടക്കമാണ്. അത്ര നിങ്ങൾ വന്നാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകാൻ ഒരുങ്ങിയെന്ന. ദാറ്റ് ഈസ് എ സിമ്പിൾ യൂണിയൻ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു, ക്രൈസ്റ്റ് ഇൻ മീ, ഐ മീൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഒരു ഫീൽ ഉണ്ടാവും. ചെറിയ ഫീലാണ്, ഒരു സ്ലൈറ്റ് ഫീലാണ്. സോ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ആൻഡ് ഡെവലപ്പ് ഇറ്റ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, അന്യഭാഷ അരമണിക്കൂർ പറയുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഈസിയാണ്. ഇത് കുറെ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. നമുക്ക് റിച്വൽസ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഇത് റിച്വൽ അല്ല, ഇതൊരു ഓർഗാനിക് സിസ്റ്റമാണ്. കാരണം ഞാൻ ദൈവത്തിൽ ഇരിക്കുന്നു, ദൈവം എന്നിൽ ഇരിക്കുന്നു എന്നത് ഞാൻ പറഞ്ഞ വാചകമല്ല, ദൈവം പറഞ്ഞ വാചകമാണ്. ആമേൻ. നിങ്ങൾ എന്നിലും ഞാൻ എൻ്റെ പിതാവിലും, പിതാവ് എന്നിലും, നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നാളിൽ അറിയും. ഇതാണ് അറിയേണ്ടത്. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. എന്നിട്ട് പറയാണ്, ലോകം വിശ്വസിക്കേണ്ടതിന്. നിങ്ങളിത് ശ്രദ്ധിക്കുക. ലോകം യേശു ക്രിസ്തുവിനെ പിതാവ് രക്ഷകനായിട്ട് അയച്ചു എന്ന് വിശ്വസിക്കാൻ ക്രൂസൈഡ് നടത്തിയിട്ട് കാര്യമില്ല, ഇവാഞ്ചലൈസേഷൻ നടത്തിയിട്ട് കാര്യമില്ല, ഫെയിലാണ്. യേശു ക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു എന്നതിന്റെ ഏക തെളിവ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. കാരണം ആ റെഫറൻസ് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയാ. ഈ ലോകത്തിൽ 21 വാക്യം, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 21. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്, ശ്രദ്ധിക്കുക, വാക്ക് ശ്രദ്ധിച്ചു നോക്ക്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ. ഇത് സാധാരണ സംഭവമല്ല. നമ്മൾ ഇവിടെ ഡിസ്കസ്, ഈ കൊച്ചൊരു കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കാര്യം ഒരു സാധാരണ സംഭവമല്ല.
ഇത് മോഡേൺ വേൾഡിനകത്തെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന മോഡേൺ വേൾഡിന്റെ സിസ്റ്റം അല്ല ഇത്. അഡ്വർടൈസ്മെന്റും മീഡിയയും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും അതും ഇതും ഒക്കെ ഉപയോഗിച്ച് അഡ്വർടൈസ് ചെയ്താൽ യേശു ദൈവമാണെന്ന് വിശ്വസിക്കത്തില്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും ലോകം വിശ്വസിക്കാനുള്ള ഏക വഴി, മിസ്റ്റിക്കലെ സെയിൻസ് ശ്രദ്ധിക്കൂ, ഇതാണ്: അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാൻ ക്രിസ്ത്യാനി ഒരു മിസ്റ്റിക് ആകാതെ യേശുവിനെ പിതാവ് സ്വർഗത്തിൽ നിന്ന് അയച്ചു എന്ന് ലോകം വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ മെസ്സേജ് അല്ല വിശ്വാസത്തിന് ആധാരം. നിങ്ങളും ദൈവവും തമ്മിലുള്ള യൂണിയനാണ് ദൈവപുത്രനെ ദൈവം ലോകത്തിൽ അയച്ചു എന്നതിന് ആധാരം. ഒരു ക്രിസ്ത്യാനി പിതാവിനോടും പുത്രനോടും കൂടെ ഏകീഭവിച്ച് ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി, ഛായയായി, ഇമേജായി ലോകത്തിൽ ഒരാൾ തീരുന്നതിന്റെ അന്ന് ലോകം വിശ്വസിക്കും യേശുവിനെ ദൈവം അയച്ചതാണ്. ഇത് പ്രസംഗിച്ചത് കൊണ്ട് ഇത് നമ്മൾ തോറ്റുപോയി. ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിന് അനുരൂപരായി മാറി. നമ്മൾ അഡ്വർടൈസ്മെന്റിലേക്ക് പോയി, നമ്മൾ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് പോയി. എന്നെ കേട്ടോണ്ടിരിക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളും ദൈവവും ഒന്നായി ചേരുന്നതിന്റെ അന്ന് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങൾ പറയാതെ വിശ്വസിക്കും യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, അവൻ രക്ഷകനാണ്, അവൻ വിമോചകനാണ്, വീണ്ടെടുപ്പുകാരനാണ് എന്ന് ലോകം വിശ്വസിക്കും. ഒരേ ഒരു വഴി, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. ഓ ഹല്ലേലൂയ! എത്രയെത്ര മീറ്റിങ്ങുകൾ, എത്രയെത്ര ക്രൂസേഡുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പബ്ലിക് ഗ്രൗണ്ടിൽ, പ്ലാറ്റ്ഫോമിൽ, മാസ് ജനത്തിന്റെ നടുവിലല്ല ദൈവപുത്രൻ ലോകത്തിന്റെ രക്ഷകൻ എന്ന് വെളിപ്പെടുന്നത്. അടഞ്ഞ മുറിക്കകത്ത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഭക്തൻ ദൈവവുമായി ഒന്നായി തീർന്ന് അവൻ ലോകത്തോട്ട് ഇറങ്ങുമ്പോൾ ലോകം മനസ്സിലാക്കും ഇത് മതമല്ല, ഇത് ദൈവ പദ്ധതിയാണ്, യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. സിമ്പിൾ യൂണിയൻ, ഇത് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ഒരു ആത്മീക നേതാവ്, ഒരു ഭയങ്കര മിസ്റ്റിക്കൽ സെയിന്റ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എവറി ക്രിസ്ത്യൻസ് ആർ മിസ്റ്റിക്സ്. എല്ലാ ക്രിസ്ത്യാനികളും മിസ്റ്റിക് ആകണം. ടൈമിൽ, അന്ത്യനാളുകളിൽ സകല ക്രൈസ്തവരും ഓരോ മിസ്റ്റിക്കുകളായി മാറും. ഓ ഗ്ലോറി ടു ഗോഡ്. മിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. എന്തുവാ? ദ പേഴ്സൺ ദോസ് ഹു ആർ സെൻസിബിളി റിയലി യുണൈറ്റഡ് വിത്ത് ഗോഡ്. ഹീസ് എക്സ്പീരിയൻസ് ഇറ്റ്. അദ്ദേഹം ഒരു തിയറി വെച്ചോണ്ടിരിക്കുന്ന ആളല്ല. കൃത്യമായി ബോധ്യത്തോടെ സബ്കോൺഷ്യസിൽ, ഹൃദയത്തിൽ ദൈവവുമായി ഒരുമിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ ആള് നടക്കുമ്പോൾ ദൈവം നടക്കുക, ഇയാൾ സഞ്ചരിക്കുമ്പോൾ ദൈവം സഞ്ചരിക്കുകയാണ്, ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുക, ഇദ്ദേഹം വായി തുറക്കുമ്പോൾ ദൈവം വായി തുറക്കുക. അപ്പൊ ലോകം കാണുന്നത് ഒരു മനുഷ്യനെ അല്ല, ലോകം കാണുന്നത് സത്യ ദൈവത്തെയാണ്. യുണൈറ്റഡ് വിത്ത് ഗോഡ്. That's a simple union. Simple union is the second stage. ഇത് നിങ്ങൾക്ക് every momentil അനുഭവിക്കാൻ പറയും. When you are in the kitchen, you can experience it. When you are under the shower, you can നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. When you are driving, you can experience it. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നിങ്ങൾ ഒരു സ്ഥലത്ത് പാർക്കിൽ ഇരിക്കുമ്പോൾ, you can feel the union. Simple union. ഇത് വലിയ കീറാമുട്ടിയൊന്നുമല്ല, ആനകേറ മലയൊന്നുമല്ല, ബാലികേറ മലയൊന്നുമല്ല. ഇത് വേറെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഫീൽ ദാറ്റ് ഐ ആം ഇൻ ഗോഡ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ ക്യാൻ ഫീൽ ഐ എം നോട്ട് അലോൺ. ഐ എം നോട്ട് അലോൺ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഐ എം യുണൈറ്റഡ് വിത്ത് ഗോഡ്. ഐ ഫീൽ ഇറ്റ്. കാരണം ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരു അത്ഭുതകരമായ ഒരു ആധികാരികത വരുന്നെങ്കിൽ അത് ഞാൻ ആരോട് യുണൈറ്റഡ് ആയിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ്. You are also united. Every person, those who are watching me tonight, you are united. You are not alone. You are a dual person. Come on.
You are a Siamese person. You are united with a person. You are united with the Holy Spirit. You are united with the Father. You are united with Christ. Christ in you. You are in Christ. I am in God. God is in me. Simple union. Oh, I feel it now. You can feel it now. നിങ്ങളുടെ വീട് ഇപ്പോൾ ഹെവന്റെ പശ്ചാത്തലം ഉണ്ടാകാൻ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ മാറാൻ പോവുക. നിങ്ങളുടെ വീട്ടിൽ ഹെവന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ഇടത്ത് ദൈവത്തിന്റെ പോർട്ടൽ ഓപ്പൺ ആകുകയാണ്. God is divinely united with you. Now you are a mystic. You are simply feeling the union of God. ദൈവത്തിന്റെ യൂണിയനെ അനുഭവിക്കുകയാണ്. 4 സ്റ്റേജ് മാത്രം പറഞ്ഞിട്ട് ഞാൻ I'm going to teach you about another atom bomb-ലേക്ക് ഞാൻ പോകും. The third one is complete union. Complete union is a full union. Full union means പിന്നെ ജീവിക്കുന്നത് ഞാനല്ല. പൗലോസിന്റെ ഭാഷയാണ്. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. Complete union. Simple union is just like a kiss. ശലോമോൻ പറഞ്ഞു, നിന്റെ അധരത്താൽ എന്നെ ചുംബിക്കണമേ, നിന്റെ നാമം പകർന്ന തൈലം പോലെ. അത് വീഞ്ഞിനേക്കാൾ ഇൻടോക്സിക്കേറ്റഡാ. ഞാൻ പറഞ്ഞ ഈ സിമ്പിൾ യൂണിയനിൽ നിങ്ങൾ ദൈവത്തിന്റെ കിസ്, എംബ്രേസിംഗ് മനസ്സിലാക്കും. ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ യു ബിക്കം എ കംപ്ലീറ്റ് യൂണിയൻ. കംപ്ലീറ്റ് യൂണിയൻ ഈസ് എൻ ഇൻടോക്സിക്കേഷൻ. അതായത് ഒരു വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത് പോലെ ദൈവവുമായിട്ട് മത്തരാകും. ഇതിപ്പോ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഉടനെ നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. ഇത് സംഭവിക്കത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. It will take maybe hours together. മാസം എടുക്കാം. പക്ഷെ if you stick on this word, it will come to pass. Complete union. Complete union is full. We are totally filled with the presence of God. അതായത് simple unionil you are feeling the presence. Complete unionil you are carrying the presence. Carrying the presence means നിങ്ങളിൽ സാന്നിധ്യം വന്ന് ഫുള്ള് നിറയാൻ തുടങ്ങും. ഫുള്ള് നിറയാൻ തുടങ്ങിയിട്ട് നിങ്ങളിൽ നിന്ന് ആ സാന്നിധ്യം ലീക്ക് ഔട്ട് ആവും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സാന്നിധ്യം ലീക്ക് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ആ സാന്നിധ്യം പുറത്തേക്ക്, നിങ്ങളുടെ ആ ഡോർസിലൂടെ നിങ്ങൾക്കുള്ള ആ, നിങ്ങൾക്കറിയുമോ, യു ഹാവ് ഗേറ്റ്സ്, യു ഹാവ് പോർട്ടൽസ് ഇൻ യുവർ ബോഡി. യുവർ ബോഡി ഇറ്റ്സെൽഫ് is a temple of God. There is a portal, there is a door. So the ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് ലീക്ക് ഔട്ട് ആകാൻ തുടങ്ങും. Do you believe that is going to leak out? ലീക്ക് ഔട്ട് ആകാൻ തുടങ്ങിയാൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ സകല ആളുകൾ ഇത് മനസ്സിലാക്കും. നിങ്ങളൊരു മാർക്കറ്റിൽ പോകും, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന സാന്നിധ്യത്താൽ ആ മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾ കരയാൻ തുടങ്ങും. അവന് പാപബോധം, അവന് മാനസാന്തരം വരാൻ തുടങ്ങും, അവനെ അത് ചലിപ്പിക്കാൻ തുടങ്ങും. ഞാനിത് പറഞ്ഞ ശ്രദ്ധിക്കുക, നമ്മൾ ട്രാക്റ്റുമായിട്ട് പോയത് നമുക്ക് സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ്. അതായത് ക്രൈസ്തവ സഭയ്ക്ക് ദൈവം നൽകിയ പ്രസൻസ് ഓഫ് ഗോഡിന്റെ റീപ്ലേസിംഗ് ആണ് ലഘുലേഖകൾ. ലഘുലേഖ സാന്നിധ്യം പോയത് കൊണ്ട് നമ്മൾ അച്ചടിച്ചുണ്ടാക്കിയതാ. സ്തോത്രം. നിങ്ങൾ ലഘുലേഖയുമായിട്ടല്ല ഇനി ഒരു ഡോറിലേക്ക് നിങ്ങൾ മുട്ടാൻ പോകുന്നത്. നിങ്ങൾ ഫുൾ യൂണിയനിലാണ് ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ നിന്ന് സാന്നിധ്യം ലീക്ക് ഔട്ട് ആകാൻ തുടങ്ങും. ഓ മൈറ്റി ഗോഡ്. US എനിക്കൊന്ന് അമേരിക്കയിലാന്ന് തോന്നുന്നു ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി സുവിശേഷ വേലയൊന്നും ചെയ്ത ആളല്ല. അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കും. കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അമ്മച്ചിക്ക് മിനിസ്ട്രി ഇല്ല, രോഗശാന്തി ഇല്ല, പ്രസംഗമില്ല, ഒന്നുമില്ല. അമ്മച്ചിക്ക് കർത്താവിന്റെ കൂടി ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസം അമ്മച്ചി പുറത്തിറങ്ങി ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. രണ്ടു കാലും പക്ഷപാതം വന്ന ഒരു മനുഷ്യൻ
അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ ഉണ്ട്. ആ അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്ന ഒരു വാഹനമുണ്ട്. അതിനകത്ത് ഇരുന്ന് താനിങ്ങനെ മോട്ടോർ അതിനകത്ത് ഇങ്ങനെ വരിക. വന്നിട്ട് ഈ മാതാവിന്റെ അടുക്കൽ വന്ന് ആ മാതാവിന്റെ സ്കേർട്ടിലോട്ട് പിടിച്ച് ഭിക്ഷയ്ക്കായിട്ട് യാചിക്കുക. സ്കേർട്ടിലോട്ട് പിടിച്ച മാത്രയിൽ അദ്ദേഹത്തിന്റെ ചുരുണ്ടിരുന്ന കാല് രണ്ടും നിവർന്നങ്ങ് വന്നു. അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. അമ്മച്ചി അവിടെ കണ്ട് നോക്കി നോക്കിയ അവര് പോലും അറിയാതെ അവരുടെ ശരീരത്തിൽ നിന്ന് സാന്നിധ്യം ലീക്കായി. ഇങ്ങനെ സാന്നിധ്യം ലീക്കായ ഒരാളായിരുന്നു യേശുക്രിസ്തു. അങ്ങനെ ആ ഒരു ലീക്കിൽ ഒരു ലീക്കായവൾ തൊട്ടു. രക്തസ്രവമുള്ളവൾ സാന്നിധ്യത്തിന്റെ സ്രവമുള്ളവനെ തൊട്ടു. മരണത്തിന്റെ പ്രവാഹത്തിൽ ജീവിച്ചവൾ സാന്നിധ്യത്തിന്റെ പ്രവാഹമുള്ളവനെ സ്പർശിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ സംഭവിക്കും. ഇതേതോ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും സുവിശേഷകന്മാർക്കും ഇടയന്മാർക്കും പാസ്റ്റർമാർക്കും ഉള്ളതല്ല. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെ അവകാശ ജന്മാവകാശമാണ്. പിതാവിന്റെ സാന്നിധ്യം ജന്മാവകാശമാണ്. പിതാവിന്റെ സമ്പത്ത് മക്കളുടെ അവകാശമാണ്. ഇത് നാലുകെട്ടിനകത്തും പുൾപ്പിറ്റിനകത്തും അൾത്താരയ്ക്കകത്തും ഒതുങ്ങി നിൽക്കേണ്ട സംഭവമല്ല. അൾത്താരയിലെ പുൾപ്പിറ്റിനെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു ജനത സാന്നിധ്യത്തെ ചുമക്കുന്ന നാൾ വരാൻ പോകുന്നു. അതിന്റെ തുടക്കമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ. നിങ്ങളുടെ വീടിനകത്ത് ആരംഭിക്കാൻ പോവുക. ഈ അമ്മച്ചിയുടെ വസ്ത്രത്തിലൂടെ അത് ഒഴുകാൻ തുടങ്ങുക. അമ്മച്ചി അറിഞ്ഞില്ല. അമ്മച്ചി എവിടെയോ നോക്കി നിൽക്കുമ്പോൾ കാണാം പുറത്തൊരു ബഹളം. പുറകിലോട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നിവർന്നു വരിക. ജീവിതത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്തവൻ. അവന്റെ കൈകാലുകളും നരിയാണിയും ഉറച്ചു. ആളുകൾ വട്ടം കൂടി. ഇത് എന്താണെന്നറിയത്തില്ല. അമ്മച്ചിക്കും അറിയത്തില്ല എന്താ സംഭവിച്ചത്. ഭിക്ഷക്കാരനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഈ ആന്റിയുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ഈ അമ്മയുടെ ഈ മാഡത്തിന്റെ സ്കേർട്ടിൽ തൊട്ടു, എനിക്ക് സൗഖ്യമായി. ഇത് സംഭവിക്കുന്നു. വിശ്വസിക്കുന്നോ? ഇത് നമ്മുടെ ബഹളം കൊണ്ട് നടക്കത്തില്ല, ആക്ഷേപം കൊണ്ട് നടക്കത്തില്ല, ആഘോഷം കൊണ്ട് നടക്കത്തില്ല. ഇത് ദൈവവുമായിട്ടുള്ള കമ്മിറ്റഡ് ലൈഫിലേ നടക്കത്തുള്ളൂ. ഇത് പ്രഹസനം കൊണ്ട് നടക്കത്തില്ല. ഇത് കമ്മിറ്റഡ് ആണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പ്രസിദ്ധി വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ, എന്നെ പ്രസിദ്ധനാക്കണ്ട എന്ന് മോഹിക്കാമെങ്കിൽ ആ ചിന്ത നിന്നെ മാറ്റും. യേശുനാഥൻ ഒരു അത്ഭുതവും വേറൊരാൾ കാണാൻ വേണ്ടിയല്ല ചെയ്തത്. കംപ്ലീറ്റ് യൂണിയനിലാണ്. കംപ്ലീറ്റ് യൂണിയൻ വരുമ്പോൾ യു ആർ ടോട്ടലി ഇമേഴ്സ്ഡ് ഗോഡ്. യു ആർ ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ദൈവ സ്നേഹത്തെ നിങ്ങൾ രുചിച്ചറിഞ്ഞ് നിങ്ങൾ ഇൻടോക്സിക്കേറ്റ് ആവും. You know, Christianity is not a religion. Christianity is a feast. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ക്രിസ്തു ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എന്ത് തന്നിട്ടാ പോയ? ഉപദേശം തന്നോ? തന്നെ തന്നോ? യേശു ഇങ്ങോട്ട് വന്നിട്ട് 10 കൽപ്പലകയുടെ ഒരു കൽപ്പലക തന്നില്ല. ഉപദേശത്തിന്റെ ഒരു പുസ്തകം തന്നില്ല. പോകുന്നതിന് മുമ്പ് തന്നിട്ട് പോയെന്തെന്നറിയാമോ? നല്ല നുരഞ്ഞു പൊങ്ങുന്ന, നല്ല ഒന്നാന്തര ഇൻടോക്സിക്കേഷൻ വരുത്തുന്ന വീഞ്ഞു പാത്രം എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയുന്ന എന്റെ രക്തമാണ് എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഈ വീഞ്ഞാണ് നിന്റെ സിന്നിനെ അകറ്റാൻ പോകുന്നത്. എന്റെ രക്തം കുടിക്കണം. അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. യേശു മാനവ ജാതിക്ക് നൽകിയത് ഉപദേശത്തിന്റെ പുസ്തകക്കെട്ടല്ല. യേശു നമുക്ക് നൽകിയത് വിരിച്ചൊരുക്കിയ മാളിക മുറിയിലെ വിശേഷമായ മേശപ്പുറത്തെ അവിടുത്തെ വിഭവസമർത്ഥമായ ഫീസ്റ്റാണ് ക്രിസ്ത്യാനിറ്റി. We are drinking Jesus and eating Jesus. Horiba shikatalabaya. It's a feast. It's a feast. It's not a doctrine. It's not an institution. It's not denomination. It's a feasting with God, drinking Jesus, eating Jesus. Oh, hallelujah. Hallelujah. Drinking wine കുടിക്കുക, കുടിച്ച് നീ ഇൻടോക്സിക്കേറ്റ് ആവുക, മത്ത് പിടിക്കുക. That is a mystical union. നീയും ക്രിസ്തു ഒന്നായി മാറുക. Can you imagine?
Christianity is not an institution. Christianity is not a religion. Christianity is a feast. ജീസസ് അതുകൊണ്ടാണ് പറഞ്ഞേ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ബൈബിൾ ക്ലാസ് നടത്തുമെന്നല്ല, അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. Every feast, every meeting, every Bible study is a feast. Eat something, brothers and sisters. Today we are celebrating Jesus. We are feasting with Jesus. Thank you, Holy God. Thank you, Holy God. It's a complete union. Complete union. Nobody can separate you. Maranathino. അതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, ആ കംപ്ലീറ്റ് യൂണിയനിലാണ് പൗലോസ് പറഞ്ഞത്. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിടിക്കാൻ പറ്റില്ല. ഇതാണ് കംപ്ലീറ്റ് യൂണിയൻ. അല്ലാതെ കൊച്ചുപിള്ളേരോട്ട് മനപ്പാടം പറഞ്ഞ് നമ്മൾ പ്രസംഗ വേദിക്കകത്ത് അടിച്ച് തകർക്കുകയല്ല. ചുമ്മാതെ നമ്മൾക്ക് വരാത്ത ഒറ്റ വാക്യം നമ്മൾ ഉരുവിടരുത്. എവറി സെയിൽസ് ലിസൺ ടു മീ. നിങ്ങളുടെ ലൈഫിൽ പ്രായോഗികമല്ലാത്ത ഒരു തിരുവെഴുത്ത് നിങ്ങൾ ഉരുവിടരുത്. നിങ്ങളുടെ നാവ് കൊണ്ട് അത് പബ്ലിക്കിന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ അതിനെ ചവച്ച് അരച്ച് നിങ്ങൾ അതിനെ അയവിറക്കി നിങ്ങളുടെ ബ്ലഡിന്റെ ഭാഗമാക്കിയിട്ട് വേണം കൊടുക്കാൻ. ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത് വാക്ക് പറയാൻ ആർക്കും അവകാശമില്ല കേരളത്തിൽ. കാരണം അങ്ങനെ ജീവിക്കുന്നവർ ഇതിനകത്ത് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നേ കേരളത്തിലെ ആളുകൾക്ക് തപ്പിയെടുത്തേനെ, അവരെ കണ്ടേനെ, അവരെന്നേ പൊങ്ങി വന്നേനെ. ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്ന. നമുക്ക് വാക്യറിയാം. നമ്മുടെ ലൈഫിനെ തൊടാത്തൊരു വാക്യം നമ്മുടെ നാവിൽ വരത്തില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യും. ആദ്യം നമ്മുടെ പ്രസംഗം തീരും. പിന്നെ പ്രസംഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വചനം അവൻ ലൈഫാവും. ലൈഫാവുമ്പോൾ തന്നെ അവൻ വഴി ആയിക്കോളും, കുഴപ്പമില്ല. ആദ്യം നീ അകത്തുപോ, ദൈവം നിനക്ക് വഴി തുറക്കണം. സ്റ്റോപ്പ്. കംപ്ലീറ്റ് യൂണിയൻ. കംപ്ലീറ്റ് യൂണിയൻ. എത്ര പേരത് മോഹിക്കുന്നുണ്ട്? Brothers, I cannot explain these all things. കാരണം ഇതൊരു ഓർഗാനിക് സിസ്റ്റമാണ്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒരാളോട് ഒരുമിച്ചിരിക്കുന്നവർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അത് അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. ബോഡ്ലി ഒന്നാണ്, സ്പിരിച്വലി ഒന്നാണ്, ഇമോഷണലി ഒന്നാണ്. We are living with God. We are celebrating God because there is a complete union. Complete unionil that is ecstasy എന്ന് പറയും. That is a joy ആണ്, ഭയങ്കര ജോയ് ആണ്. സെലിബ്രേറ്റിംഗ്. ഒരു സന്തോഷവും നമുക്ക് ഭൗതികമായിട്ട് കാണത്തില്ല, പക്ഷെ അറിയാതൊരു ബബ്ലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നൊരഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കും ആ സന്തോഷം. വീഞ്ഞു കുടിക്കുന്നതിലും അധികം സന്തോഷം. ആമേൻ. നിങ്ങളെ അറിയാതിരുന്ന് ചിരിക്കും. സ്തോത്രം. ഭ്രാന്തനായിരിക്കും. അതുകൊണ്ടാണ് ഈ പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനതൊന്ന് വായിക്കാം. ഒന്ന് എടുത്തോട്ടെ. ഈ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇത് നോക്കിക്കോ. 5:13. ഞാൻ അതിന്റെ TPT വായിക്കാം. പാഷൻ ട്രാൻസ്ലേഷൻ വായിക്കാൻ പോകും. മലയാളത്തിൽ എഴുതിയേക്കുന്നത്, മലയാളത്തില് ഞാൻ നോക്കിക്കോട്ടെ. മലയാളം ഈസ് മൈ ഓൺ ലാംഗ്വേജ്, ബട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ മറ്റു ഭാഷകളെ ആശ്രയിക്കേണ്ടി വരിക. മലയാളത്തിൽ എഴുതിയേക്കുന്നത് 5:13 ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ഇതാണ് കംപ്ലീറ്റ് യൂണിയന്റെ ഒരു വാർഡ. ഇത് പോള് ദൈവമായിട്ട് കംപ്ലീറ്റ് യൂണിയൻ ആയതിന്റെ ഒരു സിംഗിൾ വേർഡാണിത്. ആ വേർഡ് നോക്കിയേ, ഞാനത് ഇംഗ്ലീഷ് വായിക്കാൻ. അത് പാഷൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഇഫ് വി ആർ ഔട്ട് ഓഫ് അവർ മൈൻഡ്. മലയാളത്തിൽ വിവശന്മാർ എന്ന. ഇഫ് വി ആർ ഔട്ട് ഓഫ് അവർ മൈൻഡ്, ഞങ്ങൾ മൈൻഡ് ഔട്ട് ആയാൽ, നമ്മുടെ നാട്ടുഭാഷ വട്ടനായാൽ, ഞങ്ങൾ ബോധം കെട്ടുപോയാൽ, ഞങ്ങൾ സുബോധമില്ലാത്തവരായാൽ, ഞങ്ങൾക്ക് സ്ക്രൂ ലൂസായെന്ന് നാട്ടുകാർ പറഞ്ഞാൽ, ഇപ്പൊ മനസ്സിലായല്ലോ. our mind in a blissful, ഞങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ട ഞങ്ങൾ ഭയങ്കര ബ്ലിസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ഡിവൈൻ എക്സ്റ്റസി,
എസ്റ്റസി, അതായത് ഡിവൈൻ എസ്റ്റസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ എസ്റ്റസി എന്നൊരു വേർഡ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഇതിനകത്ത് പഠിക്കേണ്ട വാക്കാണ്. മിസ്റ്റിസിസം, എസ്റ്റസി, ട്രാൻസ് ഡയമെൻഷണൽ, ഇതെല്ലാമാണ് നമ്മുടെ ഈ മിസ്റ്റിക്കൽ സ്കൂളിനകത്ത് പഠിക്കേണ്ട കുറച്ച് വൊക്കാബുലറീസ്. അതിനകത്ത് ഒരു വൊക്കാബുലറിയാണ് ഈ എസ്റ്റസി. എസ്റ്റസി എന്ന് പറഞ്ഞാൽ സന്തോഷം അതിര് കടക്കുന്നവനാണ്. അതിര് കടന്ന സന്തോഷം. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എസ്റ്റാറ്റിക് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അവൻ എസ്റ്റാറ്റിക് ക്രിസ്ത്യൻ. അപ്പൊ ഇവിടെ പോൾ പറയുകയാണ്, if we are out of our mind is a blissful divine ecstasy, it is for God. അപ്പൊ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ വട്ടന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് കംപ്ലീറ്റ് യൂണിയൻ. അതായത് ഇഫ് യു ആർ കംപ്ലീറ്റ്ലി യുണൈറ്റഡ് വിത്ത് ഗോഡ്, നിങ്ങൾ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും. സ്തോത്രം. അതിന് നമ്മുടെ നാട്ടിൽ വാക്കുണ്ട്, ആത്മപൂർണ്ണൻ ഭ്രാന്തൻ. കേട്ടിട്ടില്ലേ? ഔട്ട് ഓഫ് മൈൻഡ്. കാരണം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം പോലെ നിങ്ങളൊക്കെ മറന്നുപോകും. നിങ്ങളിപ്പോ ഒരു പക്ഷേ എവിടെയെങ്കിലും ഇരിക്കായിരിക്കും, നിങ്ങൾ ഈ ഫുൾനെസ്സിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അങ്ങ് മറന്നു പോവാം. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ അവിടെ കാണത്തില്ല. നിങ്ങൾ ഒരു സുബോധം ഔട്ട് ഓഫ് മൈൻഡിലേക്ക് പോവാം. അടുത്ത് പറയുന്നു, ബട്ട് ഇഫ് യു ആർ ഇൻ അവർ ഓൺ റൈറ്റ് മൈൻഡ് ഇറ്റ് ഈസ് ഫോർ യുവർ സെൽഫ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ബെനിഫിറ്റിന് വേണ്ടി ഞങ്ങൾ റൈറ്റ് മൈൻഡിൽ ഇരിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഞങ്ങൾ മൈൻഡിന് ഔട്ട് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരുടെ എല്ലാം മൈൻഡ് ഔട്ട് ആണ്. Can you imagine, my dear brothers and sisters? Out of mind. കാരണം ഇതൊരു കംപ്ലീറ്റ്നെസ്, ഇതൊരു എസ്റ്റസസിയാ, ഒരു എസ്റ്റാറ്റിക് മൂവ്മെന്റ്, ജോയ്, ലവ്. You cannot explain that because you are completely united with God. That is the fourth stage. That is the third stage. ഇത്രയും സമയത്ത് ഈ തേർഡ് സ്റ്റേജിൽ മാത്രമേ നിങ്ങൾ ഇവിടെ കാണൂ. നിങ്ങൾ ഇവിടെ കാണത്തുള്ളൂ. നാലാമത്തെ സ്റ്റേജ് ഭയങ്കര പ്രശ്നമാണ്. നാലാമത്തെ സ്റ്റേജ് ഇസ് എ ട്രാൻസ് എന്നൊരു ഫിലിം കുറച്ചാൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ ട്രാൻസ് അല്ല, ഇത് ഒറിജിനൽ ട്രാൻസ്. ഇവന്മാർക്ക് ഫിലിം വേൾഡിന് മനസ്സിലായി ക്രിസ്ത്യാനിറ്റി ട്രാൻസിൽ പാൻ പോകുന്നു. ട്രാൻസ് മീൻസ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിക്കുക, അതായത് തേർഡ് ഹെവനിലേക്ക് പോയിട്ട് വരിക. ഇത് ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ടെലിട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ടെലി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മീഡിയയിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു പത്രപ്രവർത്തകനെ അല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ടറെ ടെലി ട്രാൻസ്പോർട്ടേഷൻ വഴി ഇതാണ്ട് ഞങ്ങൾ എറണാകുളം സ്റ്റുഡിയോയിൽ കൊണ്ടുവരുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മീഡിയയിൽ കാണുന്നുണ്ട്. ഈ ടെലി ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള വേർഡ് എവിടുന്ന് വന്നേ? ഇത് എവിടുത്തുള്ള പരിപാടി? ഇത് ബൈബിളിലേതാണ്. സ്തോത്രം. അതായത് ടെലി ട്രാൻസ്പോർട്ടേഷൻ. ഈ ടെലി ട്രാൻസ്പോർട്ടേഷൻ ഇന്ന് പകലില് ഞാനൊരു ലൈവ് നമ്മുടെ ചേർച്ചിന് വേണ്ടി എടുത്തായിരുന്നു. അതിനകത്ത് യേശു വെള്ളത്തിന്റെ മീതെ നടന്നൊരു കഥയുണ്ട്. എല്ലാരും കേട്ടോണം. ഈ കഥയ്ക്കകത്ത് ആരും പറയാത്തൊരു ട്രൂത്ത് ഉണ്ട്. ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അതിന്റെ കോപ്പിറൈറ്റ് ഞാൻ എടുക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ഇരിക്കട്ടെ. പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. മാക്സിമം ഞാൻ കേൾക്കാത്തൊരു കാര്യം. നമ്മളെല്ലാവരും യേശു ക്രിസ്തു വെള്ളത്തിന്റെ മീതെ നടന്നതല്ലേ അറിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം വായിക്കണം. അവിടെ ഇവര് 5 ഫർലോങ്, ഏകദേശം 3.5 മൈല് യാത്ര ചെയ്ത് ഗലീല കടലിന്റെ നടുക്ക. ഗലീല കടൽ ക്രോസ് ചെയ്യണമെങ്കിൽ 7 മൈൽ വേണം. ഇതിനകത്തിരിക്കുന്ന പലരെ മൈൻഡ് ബ്ലോയിങ് ആണ്. നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്ന ചില കാര്യങ്ങൾ. 7 മൈൽ യാത്ര ചെയ്താൽ ഇത് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവര് കടലിലാണ്. യേശു ക്രിസ്തു 3.5 മൈല് വെള്ളത്തിന്റെ പുറത്തൂടെ നടന്നു. 3.5 മൈൽ നടക്കുക. അത് നടന്നതല്ല, ജീസസ് വാസ് ലേവിയേറ്റഡ് ആണ്. ലേവിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഉപരിതലത്തിലൂടെ ഹി വാസ് മൂവിങ് ലൈക്ക് ഒരാളായിട്ട് യേശു ഇങ്ങനെ മൂവ് ചെയ്ത് വരുമായിരുന്നു. ചുമ്മാ ഇങ്ങനെ നടന്നു വരികയല്ല. ഹി വാസ് ലേവിയേറ്റഡ്. ലേവിയേഷൻ നടന്നു കഴിഞ്ഞപ്പോ കാണാം പത്രോസിന്റെ ഒരു ആഗ്രഹം, എനിക്കും കൂടെ വെള്ളത്തിൽ നീ ആണെങ്കിൽ വരാൻ കൽപ്പിക്കാൻ പറഞ്ഞു. വരാന്ന് പറഞ്ഞു. കാരണം നീയല്ല, ഇതിനകത്ത് 12 എണ്ണം കൂടെ പറഞ്ഞാലേ ഓമാർക്ക് നടക്കാനുള്ള രീതിയിൽ ഇപ്പൊ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ആണ്. ഞാൻ ഒരു കാര്യം പറയാം.
ഈ ചിലര് പറയും ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി അല്ല ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. അവിടെ മിസ്റ്റേക്സ് കേട്ടോ. ചുമ്മാതെ നിന്നെ തമാശ കളിപ്പിക്കാൻ കൂടെ ദൈവം വണ്ടർ വർക്കിംഗ് ചെയ്യാൻ പോകും. ചുമ്മാതെ അത്ഭുതം ചെയ്യാൻ പോകും. പത്രോസ് വെള്ളത്തിന് മീതെ നടന്നത് കൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ? ആർക്കെങ്കിലും ഗുണമുണ്ടോ? അത്ഭുതങ്ങൾ ആരെയും രക്ഷിക്കാനല്ല. ഇത് അപ്പനും മക്കളും തമ്മിലുള്ള കളിയാ. ഇത് പുത്രന്മാരും അപ്പനും ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിലുള്ള തമാശയാണ്, അവരുടെ എന്റർടൈൻമെന്റ് ആണ് മിറക്കിൾസ്. പീറ്റർ പറഞ്ഞു, നീയാന്ന് എന്റെ അടുക്ക വരാൻ. കർത്താവ് 10,000 വീടുന്നല്ല, തമ്പുരാനെ ചുമ്മാ തമാശക്ക് എന്റർടൈൻമെന്റ്, നമ്മൾ തമ്മിൽ ഒരു എന്തു പറയുന്നേ, പിക്നിക് മൂഡിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ കുറിച്ചു വെച്ചോ, അതാണ് എഴുതി വെച്ചോ, ഈ സെയിൻസ് എഴുതി വെച്ചോ. സഭാ ഹാളുകളിലല്ല ബ്രദർ, 10,000 കൂടുന്ന ക്രൂസൈഡുകളിലല്ല, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങൾ, അമേസിംഗ് തിങ്സ് സംഭവിക്കാൻ പോവുക. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് എടുത്തു. ഇതിനകത്ത് ചിലർക്ക് അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പൊ വെള്ളത്തിന് മീതെ നടക്കാൻ പറഞ്ഞു, വെള്ളത്തിന് മീതെ നടന്നു. എന്നിട്ട് അവസാനം നമ്മൾ വായിക്കുന്നില്ലൂ, നിങ്ങൾ കേൾക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയേക്കുന്നു, അവനെയും കൂടെ ബോട്ടിലേക്ക് കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ അതിനു മുമ്പേ ബോട്ട് കരയിൽ എത്തി. 3.5 കിലോമീറ്റർ, 3.5 മൈൽ യേശുവിനെ ആ വെള്ളത്തിൽ നിന്ന് ബോട്ടിലോട്ട് കയറ്റാൻ അവർ ചിന്തിച്ച സമയത്തിൽ ലൈറ്റനിങ് സ്പീഡിൽ, ലൈറ്റനിങ് സ്പീഡിൽ, പ്രകാശത്തിന്റെ വേഗതയിൽ വേറൊരു യാത്ര ഗലീല കടലിൽ നടന്നു. അത് 12 പേരെയും കൊണ്ട് ആ ബോട്ട് അപ്പുറത്തെ കരയിൽ 3.5 മൈൽ ഒറ്റ സെക്കൻഡിലെത്തി. That is translation. That is supernatural transportation. നമ്മൾ ഇതുവരെ കേട്ടത് യേശു നടന്ന കഥയാ. ദാണ്ടെ അടുത്തത് മിസ്റ്റിക് കൊണ്ടുവരിക, അടുത്ത ജനറേഷൻ അടുത്തത് കൊണ്ടുവരിക. ബോട്ട് 12 പേരുമായി ഒറ്റ സെക്കൻഡിൽ 3.5 മൈൽ സഞ്ചരിച്ചു. പ്രകാശത്തെക്കാൾ വേഗതയിൽ, ലൈറ്റനിങ് സ്പീഡിൽ, ട്രാൻസ്ലേറ്റഡ് ടു ദ അതർ ഷോർ. ജീസസ് ക്രൈസ്റ്റിനെ അകത്തോട്ട് കയറ്റാം എന്ന് ചിന്തിക്കുന്ന നൊടിയടയിൽ, ആ ചിന്തിക്കുന്ന സമയം കൊണ്ട് ബോട്ടക്കരെത്തി. ഓ, വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. ഇതാണ് അത്ഭുതം, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് ട്രാൻസ്ലേഷൻ, ഇതാണ് ഡിവൈൻ ട്രാൻസ്, ഇതാണ് ട്രാൻസ്ലേഷൻ, ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ. God is going to do something great and powerful in your life tonight. ഇന്ന് രാത്രി ചിലത് അത്ഭുതമായി നടക്കാൻ പോവാ, അത്ഭുതമായി മാറാൻ പോവാ, അത്ഭുതമായി മാറാൻ പോവാ. In the mighty name of Jesus is going to happen, is going to happen, is going to happen. സംഭവിക്കാൻ പോകുകയാ, സംഭവിക്കാൻ പോകുകയാ. കുറച്ചു നേരം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇരിക്കുന്ന റൂമിൽ? ഹല്ലേലൂയ. വെള്ളത്തിൽ നടന്ന് കർത്താവ് പറഞ്ഞു, മക്കളെ ഞാൻ നടന്നെങ്കിൽ നിങ്ങൾ എന്റെ അപ്പന്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അടുത്ത ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. യു ആർ ഗോയിങ് ടു മൂവ് ഫ്രം ഹിയർ ടു ദാറ്റ് ഷോർ വിത്തിൻ എ സെക്കൻഡ്. നിങ്ങൾക്കറിയാമോ, വാഹനങ്ങളോടുകൂടെ ആളുകൾ ട്രാൻസ്ലേറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഒരാളെ സംസാരിച്ചപ്പോ, മധുരയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരിക, ഭയങ്കര ട്രാഫിക്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലെത്താൻ 1.5 മണിക്കൂർ വേണം. അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഫുൾ ട്രാഫിക് ആണ്, ഒരു 2 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചോളാൻ പറഞ്ഞു. എന്നങ്ങോട്ട് പറഞ്ഞു തീരുകയും ഇദ്ദേഹം ആ ട്രാഫിക്കിൽ വണ്ടി അങ്ങ് നിർത്തിയിട്ട് സ്റ്റിയറിംഗിലോട്ട് കണ്ണടച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഐ ആം സോ ടയർഡ്, പ്ലീസ് റിലീസ് ദിസ് ട്രാഫിക്. കണ്ണ് തുറക്കുമ്പോ താൻ കാണുന്നത് താൻ തന്റെ വീടിന്റെ കാർ പോർച്ചിൽ വണ്ടിയിട്ട് കിടക്കുക. 2 മണിക്കൂർ യാത്ര ചെയ്ത് പോകേണ്ട ദൂരത്തിൽ
താൻ ആ ട്രാഫിക്കിൽ കണ്ണടച്ചതാ. കണ്ണു തുറക്കുമ്പോൾ തന്റെ വണ്ടിയും താനും തന്റെ കാർ പോർച്ചിലുണ്ട്. താൻ ഇറങ്ങി ഭാര്യയോട് പറഞ്ഞു, ഭാര്യ ഇത്രയും പെട്ടെന്ന് നീ വന്നു? ഞാൻ അടുക്കളയിലോട്ട് കയറിയതുള്ളൂ. ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് കയറുന്ന നിമിഷം, ഒറ്റ സെക്കൻഡ് കൊണ്ട്. ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ ട്രാൻസ്ലേഷൻസ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിന്റെ എൻഡ്, ദ ഫോർത്ത് സ്റ്റേജ്, യു ക്യാൻ ട്രാവൽ ടു മെനി പ്ലേസസ്. നിങ്ങൾ ഒരു സ്ഥലത്തിരുന്നുണ്ട്, യു ക്യാൻ ട്രാവൽ വിതൗട്ട് വീസ. ഇതൊക്കെ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും. ബട്ട് ഗോഡ് ഈസ് ഡൂയിങ് ദീസ് ഡേയ്സ്. ഗോഡ് ഈസ്. ജെയിംസ് മലോണി എന്ന് പറയുന്ന ദൈവദാസനുണ്ട്, ജെയിംസ് മലോണി അമേരിക്കയിൽ ഇരുന്നിട്ട് തന്റെ മുറിയിലിരുന്ന് സ്യൂട്ടിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ചൈനയിൽ ചെന്നു ഒരു മീറ്റിംഗിന് പ്രസംഗിച്ചു. അവിടുത്തെ ID കാർഡും ഒക്കെ എൻവലപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീണ്ടും വീട്ടിലെത്തിയപ്പോ കാണാം തന്റെ കയ്യിൽ ID ഉണ്ട്. ചൈനയിലെ ചർച്ചിന്റെ ബിസിനസ് കാർഡ് കയ്യിലുണ്ട്. ഇതെങ്ങനെ വന്നെന്ന് അറിയത്തില്ല. കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട് അമേരിക്കയിൽ നിന്ന് ചൈനയിൽ പോയി 1 മണിക്കൂർ പ്രസംഗിച്ച് തിരിച്ചെത്തി. ഹാപ്പനിങ് ഹിയർ ബ്രദേഴ്സ്. ഉപദേശത്തിന് വേണ്ടി വടംവലി കൂടി, അടിയുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, തമ്മിത്തല്ലുന്ന ആത്മലോകത്ത് ദാണ്ട് ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ ദൈവമെന്നറിഞ്ഞുകൊണ്ട്, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അറിയുന്ന ജനം. ഹോളി സ്പിരിറ്റ്. The fourth stage of mystical union is trance. Paul was taken to the third heaven. മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. Regularly he was visiting heaven. Jesus Christ walked through the wall. യേശു കർത്താവിനെ ഒരിക്കൽ ജനക്കൂട്ടം പിടിച്ചൊരു വലിയ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ പ്രധാനമൻ അവരുടെ ഇടയിലൂടെ നടന്നുപോയി. That is trance. Amen. ആമേൻ. യഹൂദന്മാർ ഒരിക്കൽ കല്ലെറിയാനായിട്ട് അവനെ പിടിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ അപ്രത്യക്ഷനായി. He was walking through the wall. He was disappearing from the crowd. Jesus Christ, he was a mystic. Come on people of God. വെള്ളത്തിന് മുകളിൽ നടക്കുക. നമ്മൾ തെരുവിലൂടെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അടഞ്ഞ വാതിലിനകത്തൂടെ, വാതിലിലൂടെ കടന്നു വരുന്ന ക്രിസ്തു, ഒരു ഭിത്തിയിലൂടെ കടന്നു വരുന്ന ക്രിസ്തു, ജനസമൂഹത്തിന് നടുവിൽ ഉടനെ ഡിസപ്പിയർ ആകുന്ന ക്രിസ്തു. ഈ വെളിപ്പാടുകളെല്ലാം യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക ബ്രദേഴ്സ്. നിങ്ങൾക്ക് ആഗ്രഹവും നിങ്ങളുടെ അകത്ത് സന്തോഷവും നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. The fourth stage is amazing stage. Expect it. Let us start from here. God, you are in us. I am in you. Simply ആരംഭിക്കുക. Second, you just feel the simple union with God. Simple union. He's in me. Christ in me, the hope of glory. When you are sleeping, when you are sleeping in the bed, just imagine that I am in God. God is in me. Enjoy his presence. The third stage is complete union. That time you are going to be leaking. നിങ്ങൾക്ക് leaking തുടങ്ങും. Jesus was a man. His presence of God was leaking. നമ്മൾ അതിനെ പവർ എന്ന് പറയും. യേശു അതിനെ പ്രസൻസ് എന്ന് പറയും. Praise the Lord. Leaking. നമ്മളിൽ നിന്ന് ലീക്ക് ഔട്ട് ആകാൻ തുടങ്ങും. ലീക്ക് ഔട്ട് ആയാൽ പോകുന്നിടം മുഴുവൻ വിടുതലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുക. You are going to change the society. You are going to change the culture. You are going to change the shame of the church today. ഇന്നത്തെ സഭയുടെ ലജ്ജ മാറ്റാൻ ദൈവം കണ്ട തലമുറയോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ലോകത്തിന് മുമ്പിൽ, നിരീശ്വരവാദികളുടെ മുമ്പിൽ, ശാസ്ത്രത്തിന്റെ മുമ്പിൽ, സൊസൈറ്റിയുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ മറുത്തരം പറയാതെ അവഗണനയും അവജ്ഞയും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കർത്താവിന്റെ വിശുദ്ധ സഭയുടെ മുഖത്ത് വന്ന് വീണ ലജ്ജയുടെ മൂടുപടത്തെ വലിച്ചു ദൂരേക്കെറിഞ്ഞ് ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കാൻ ഒരു ജനറേഷനെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നിരുത്തിയേക്കുക. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവപുത്രനായ യേശുവിന്റെ സഭയുടെ നഗ്നത മറയ്ക്കാൻ നിങ്ങളുടെ കരങ്ങളിലാ ദൈവം പുതപ്പ് തരാൻ പോകുന്നത്. സഭയുടെ നഗ്നത, ലജ്ജ മറയ്ക്കാൻ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരികയാണ്. അപ്പുറത്ത്
അതിനെ ലോകത്തിന് മുമ്പിൽ കൊട്ടിഘോഷിക്കുന്ന കനാന്മാരും അതിനെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഹാമാനും ഹാമിന്റെ തലമുറകൾ ഒരു ഭാഗത്തിരിക്കുമ്പോൾ, മീഡിയ ഒരു ഭാഗത്തിരിക്കുമ്പോൾ, മറുത്തരം പറയാൻ കഴിയാതെ വേദശാസ്ത്രജ്ഞർ പരാജയപ്പെടുമ്പോൾ, തങ്ങളുടെ തന്നെ കയ്യിലിരിക്കുന്ന ദൈവ തേജസ്സിന്റെ പുതപ്പുമായി ദൈവസഭയുടെ നഗ്നതയെ മറയ്ക്കാൻ, ദൈവസഭയുടെ ലജ്ജയെ മൂടാൻ, ദാണ്ടെ ഓരോ മുറികൾക്കകത്ത്, ഓരോ വീടുകൾക്കകത്ത് ദൈവം തന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുക. നമുക്കിനി ബൈബിളിന്റെ റെഫറൻസ് കൊണ്ടല്ല മറുപടി പറയേണ്ടത്. ബൈബിൾ റെഫറൻസ് കാട്ടിയാൽ ഈ ലോകത്തിന് അതിന് ആൻസർ ഇല്ല. ആൻസർ നമ്മുടെ കരങ്ങളിലാണ്. അത്ഭുതം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇത് മൊത്തം കള്ളാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, മറുത്തരം പറയാൻ വേദപഠിതശാലയിൽ നിന്ന് വന്ന ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് മറുപടിയില്ല. പക്ഷെ ഇന്ന് മറുപടി പറയാൻ തമ്പുരാൻ കണ്ടവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ 4-ാം സ്റ്റേജിലേക്ക് പോകും. സിമ്പിളായിട്ട് ബൈബിൾ എഴുതിയിരിക്കുന്നു, ഫിലിപ്പോസിനെ കണ്ടില്ല, ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയതിനാൽ അവനെ അസ്തോതിൽ കണ്ടു. സിമ്പിളി എഴുതിയേക്ക, എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തിനാ ഈ അപ്പോസ്തല പ്രവൃത്തി സിമ്പിൾ ആയിട്ട്? കാരണം it was simple because it was regular. റെഗുലർ കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഏലിയാവിനെ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാർക്ക് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല. അവർ പറയാം common because he was frequently traveling. ഇപ്പോ യോർദാന്റെ അക്കരെ എടുത്തത് മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ശിഷ്യന്മാർ ഡെയിലി കാണുക. പുള്ളി ഇവിടെ നിന്ന് യാത്ര ചെയ്യാറില്ല. പുള്ളി സാധാരണ ഇങ്ങനെ ഡിവൈൻ എയറോപ്ലെയിനിലാണ് യാത്ര ചെയ്യുന്നത്. God is rising Elijah's generation. യഹാനോക്കിന്റെ ജനറേഷൻ. ഈ രണ്ട് ടൈപ്പോളജിയാണ് അന്ത്യകാലത്തിന്റെ ഐക്കൺസ്. All the miracles and supernatural life is based on these two giants, Hanok and Elijah. ഇവർ രണ്ടുപേരോ ഒരുത്തൻ മരണം കാണാതെ എടുക്കപ്പെടും, മറ്റൊരുത്തനും മരണം കാണാതെ എടുക്കപ്പെടും. രണ്ടവന്മാർക്കും മരണമില്ല. കാരണം ഇവർക്ക് മനസ്സിലായി 300 years Hanok walked with God and he found that this body is important. I need to keep this body. 300 വർഷം തമ്പുരാന്റെ കൂടെ നടന്നപ്പോ പുള്ളിയുടെ തോന്നൽ, ഈ ശരീരം എനിക്ക് വേണം, ഐ വാണ്ട് ടു കീപ് ഇറ്റ്. ആയിരക്കണക്കിന് വർഷമായിട്ട് പുള്ളി ആ ശരീരത്തിൽ സ്വർഗത്തിലിരിക്കുക. അത്യുന്നതനായ ദൈവം ഹാനോക്കിനെ ഇപ്പോഴും അതുപോലെ കാണുന്നു. ഏലായിജായം പറഞ്ഞു, വിടുതരത്തില്ല, അഗ്നിരഥത്തിൽ കയറി ഞാൻ മുകളിലോട്ട് വന്നേക്കാം. അഗ്നിരഥം എന്ന് പറഞ്ഞാൽ ഹയർ ഡയമെൻഷൻ ആകട്ടോ, അല്ലാതെ നമ്മുടെ നാട്ടിൽ ഈ തീ കത്തുന്ന പോലെ നമ്മുടെ അടുപ്പിലെ തീയല്ലത്. അത് ഹെവന്റെ ഫയറാണ്. ആ ഫയറിൽ അത് ചാകത്തില്ല. അതിന്റെ തെളിവാണ് മോശയുടെ മുൾപ്പടർപ്പ്. ഹെവനിലെ ഫയറാ. ഹെവനിലെ ഫയറിന്റെ പ്രത്യേകത ട്രാൻസ്ഫോം ചെയ്യത്തേ ഉള്ളൂ, കൺസ്യൂം ചെയ്യത്തില്ല. Come on. The fire from heaven will never consume but transform. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഫയർ നിന്റെ പുറത്ത് വന്നാൽ നിന്റെ അടുക്ക വരുന്ന മൊത്തം മാറും. വയസ്സന്മാരാ 80 വയസ്സുള്ള മോശയെ മാറ്റിയത് ഈ ഫയറാണ്. ഫയർ ഉണ്ടോ നിനക്ക് ആഡിന്റെ ആവശ്യമില്ല. ഫയർ ഉണ്ടോ നിനക്ക് അഡ്വർടൈസ്മെന്റ് ആവശ്യമില്ല. ഫയർ ഉണ്ടോ നിനക്ക് പോപ്പുലാരിറ്റി ആവശ്യമില്ല. ഫയർ ഉണ്ടോ നിനക്ക് ആളുകളുടെ പിടിപാട് ആവശ്യമില്ല. ഫയർ ഉണ്ടോ നിനക്ക് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഫയർ ഉണ്ടോ, ഫയർ will attract everyone. Receive the fire in the name of Jesus now. Receive the fire in the name of Jesus. Receive the fire in the name of Jesus. Receive the fire in the name. Somebody receive now in the name of Jesus.
Oh, hallelujah. Oh, Rabba Hashiba Hadi Andala Baba. Oh, hallelujah. Transforming fire. I want to tell you, brothers and sisters, don't go after fame. Don't go after advertisement. Don't go after worldly appreciation. Don't seek the glory of the people. Every mystics, they're denying the glory of the people. 5000 പേർക്ക് ആഹാരം കൊടുത്തിട്ട് അടുത്ത നിമിഷം പർവ്വതത്തിന് മുകളിൽ കയറിക്കോണം. Don't stay with the people. Come up to the mountain. The people will ask you, നിങ്ങളോട് പറയും നീ രാജാവാകണം. Jesus പറയും, sorry, I don't want your glory. I want the glory from my Father. He went up the mountain. He received the glory from the Father. ആ ഗ്ലോറി വന്നതുകൊണ്ടാണ് അവന് സിംഹാസനമല്ല കിട്ടിയത്. He can walk over the water. നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ബോട്ടും ഇത്രയും സ്പീഡായിട്ട് ഗലീല കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല. 12 ശിഷ്യന്മാരെ കൊണ്ടൊരു ബോട്ട് മിന്നൽ വേഗത്തിൽ 3.5 മൈൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പോയി. 3.5 മൈൽ ഒറ്റ സെക്കൻഡ് കൊണ്ട്. എങ്ങനെ പറ്റി? ജീസസ് ക്രൈസ്റ്റ് വാസ് ട്രാൻസ്ഫോംഡ് ബൈ ദ ഗ്ലോറി ഓൺ ദ മൗണ്ടൻ. നമ്മൾ അത് പഠിക്കുമ്പോൾ അറിയേണ്ട ട്രൂത്ത് ഉണ്ട്. മൗണ്ടൻ ടോപ്പ്, ഓൺ ദ വാട്ടർ ആൻഡ് ഇൻ ദ ബോട്ട്. മൗണ്ടൻ ടോപ്പ് ആ ഗ്ലോറി, മൗണ്ടൻ ടോപ്പിലാ യൂണിറ്റി, മൗണ്ടൻ ടോപ്പിലാണ് ട്രാൻസ്, മൗണ്ടൻ ടോപ്പിലാണ് ട്രാൻസ്ലേഷൻ, മൗണ്ടൻ ടോപ്പിലാണ് ഡിവൈൻ ട്രാൻസ്പോർട്ടേഷൻ. അവിടെ കമോൺ പീപ്പിൾ ഓഫ് ഗോഡ്, അവിടെയാണ് നാം പോകേണ്ടത്. അവിടെയാണ് നാം പോകേണ്ടത്. ഗലീല കടലിന്റെ തീരമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഹയർ മൗണ്ടൻ ആണ്. പർവ്വതമാണ്, പിതാവുള്ള സ്ഥലമാണ്, മഹിമ എവിടെയാണ്? ഇന്ന് നിങ്ങളുടെ ഓരോ ഭവനങ്ങൾ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലങ്ങളാകാം. ഞാൻ വെറുതെ പറയല്ല. ഈ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ശബ്ദം നിങ്ങളുടെ അന്തരീക്ഷത്തിലുണ്ട്, നിങ്ങളുടെ ഭിത്തികളിൽ അതുണ്ട്, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ റെക്കോർഡാണ്. ഈ പറയുന്ന ഓരോ തിരുവെഴുത്തുകളും നിങ്ങളുടെ വീടിനകത്ത ഓരോ കല്ലിലും മണൽ തരിയിലും റെക്കോർഡാണ്. ഈസ് ഗോയിങ് ടു റിവീൽ. Oh Jesus. Amen. Praise God. Praise God. ഞാൻ പോവാ. ഫോർത്ത്, ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം പറയാം. സിമ്പിൾ സ്റ്റേജസ്. ഫസ്റ്റ്, സെൻട്രലൈസിങ് God, that God is in you, you are in God. Second one, simple union. Third one, complete union. Fourth one, ecstatic life. Trans. Disappearing. Hallelujah. Hallelujah. God is doing so many wonderful things in your life tonight. God is doing amazing things in your life. അസാധാരണമായത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകും. Amen. Okay. Hallelujah. Are you okay? Say hallelujah. Let's go to the ancient path. Ancient path. So, number one, these all things happen to the saints. Abraham was like that. Abraham was like that. Today I want to teach you from where he started his journey. എവിടെയാണ് അബ്രഹാമിന്റെ യാത്ര ആരംഭിച്ചത്? അവന്റെ യാത്ര ആരംഭിച്ചത് ബെതേലിലാണ്. ബെതേലിലാണ് യാത്ര ആരംഭിച്ചത്. The first sacrifice, ആദ്യത്തെ യാഗം, ആദ്യത്തെ ആൾട്ടർ ഷെക്കേമിലാണ്. എലോൻ മോറേ എന്നത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എലോൻ മോറയിലാണ്. ഹല്ലേലൂയ.
രണ്ടാമത്തത് can you hear me? Okay, praise God. അവിടെ ആരാധന ആരംഭിച്ചു. സ്തോത്രം. Praise God. Hallelujah. I want to say one thing. First in centralizing God, God is in you, you are in God. Second one, simple union. Simple union. Don't expect more. Simple union and practice that union. The third one is a complete union. That is ecstasy, ecstatic life. Joy and love of God. You will be totally mingled with the love of God. And the fourth one is fourth one means it totally changing. These all things happened to the apostles. It's happened to Jesus. Paul was like that. Apostles was like that. Jesus was like that. Yohanan anganarunnu. Okay. Mystical union, the 4 stages. So don't forget that one. I can elaborately talk to these all things. ഒരുപാട് മണിക്കൂർ നമുക്ക് ഇത് പറയാൻ പറ്റും. But I could not continue. ഒരുപാട് നമുക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് വേറൊരു, ഞാൻ ബഥേലിലേക്ക് ഒന്ന് പോകണം. കാരണം ബഥേൽ ഒരു ഭയങ്കര സ്ഥലമാണ്, വലിയ സ്ഥലം എന്ന് പറഞ്ഞതിന്റെ കാരണം ആദ്യമായിട്ട് അബ്രഹാം എത്തിയത് നമുക്കറിയാം ഷെക്കേമിലാണ്. ഷെക്കേം എന്ന വേർഡിന്റെ അർത്ഥം ഷോൾഡർ എന്നാണ്, ഷോൾഡർ. സോ നമുക്കറിയാം ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ക്രോസ്, ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കാൽവറിയുടെ വെളിപ്പാടാണ്. അവിടെ തന്നെയാണ് മോശയുടെ കൊച്ചുമോഹനായ ജോഷുവ. ജോഷുവ ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? ക്രൈസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ്. ക്രൈസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോഷുവ ദേശം മുഴുവൻ കൈവശമാക്കിയിട്ട് ഒടുവിൽ വന്ന് കൈയെഴുത്ത് താൻ എഴുതിയത് ന്യായപ്രമാണം ഒരു കല്ലിൽ എഴുതി മരത്തിന്റെ ചോട്ടിൽ നാട്ടി. അതൊരു ഓക്ക് മരത്തിന്റെ ചോട്ടിലായിരുന്നു. അതേ മരത്തിന്റെ മുകളില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിതനായപ്പോ നമുക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്ത് മായിച്ചു കളഞ്ഞു. ഏതാണ് ആ കൈയെഴുത്ത്? ഈ ഷെക്കേമിൽ വെച്ച് ജോഷുവ എഴുതി വെച്ച കൈയെഴുത്ത്. ആ കൈയെഴുത്ത് മായിച്ച് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി. ഞാനത് ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ പ്ലേസിലാണ് പ്രധാനമായിട്ട് ഇവരുടെ മിസ്റ്റിക്കൽ യൂണിയൻ, അതായത് ആഫ്റ്റർ ദ ക്രോസ് ആണ് ജേണി ആരംഭിക്കേണ്ടത്. കുരിശിന് ശേഷമാണ് നമ്മുടെ യൂണിയൻ ഇനി അങ്ങോട്ട് പോകണം. കാരണം നമ്മളും അങ്ങനെ തന്നെയാണ്. യേശുവിന്റെ ക്രൂശില്ലാത്ത ഒരു മിസ്റ്റിസിസം അതൊരു റിലീജിയസ് ഡിസപ്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് we cannot neglect the church, we cannot neglect the cross, we cannot neglect the blood of Jesus, we cannot neglect the finished work of Jesus Christ. All these things are included. It is real to us, but it is not real to our ancient fathers. അബ്രഹാമിന് അത് റിയൽ അല്ലായിരുന്നു, നമുക്കത് റിയൽ ആണ്. സോ അബ്രഹാം വിശ്വാസത്താൽ അത് ചെയ്തു. നമ്മൾ വിശ്വാസത്താൽ അല്ല ചെയ്യുന്നത്, നമ്മൾ അത് യാഥാർത്ഥ്യമായിട്ട് അനുഭവിക്കുക. നമ്മൾ അത് റിയൽ ആണ്. ഓക്കെ. ഈ ബേതേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്കറിയാം, ബേതേൽ എന്ന് പറയുന്ന സ്ഥലം, ബേതേലിലേക്ക് അബ്രഹാം വരുന്നുണ്ട്. അബ്രഹാം വന്നിട്ട് അവിടെ ഒരു യാഗം നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റും. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ അവിടെ നിന്ന് ബേതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേതേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ, അതായത് ഹായിക്കും ബേതേലിനും നടുവിലായിട്ടൊരു യാഗപീഠം പണിതു. ഇനി ഞാൻ ആ ബേതേലിനെ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പോയി. ഈ ബേതേൽ എന്ന് പറയുന്നത് മോസസ് ഇത് എഴുതുമ്പോ ആ സ്ഥലത്തിന് ബേതേൽ എന്നാ പേര്. പക്ഷേ ഈ സ്ഥലത്തിന് ബേതേൽ എന്ന് പേരിട്ടത് അബ്രഹാം അല്ല, അദ്ദേഹത്തിന്റെ കൊച്ചുമോനിട്ട പേരാ. യാക്കോബാണ് ആ സ്ഥലത്തിന് പേരിട്ടത്. അബ്രഹാം ആ സ്ഥലത്തിനിട്ട പേരെന്താണ്?
ഞാൻ ഈ അബ്രഹാം ഈ സ്ഥലത്തിനിട്ട പേര് ഞാനിങ്ങനെ മനസ്സിലാക്കി തരാം. അത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രൂത്താണ്. അതായത് എബ്രഹാം ഈ സ്ഥലത്തിനെ വിളിച്ച, കേൾക്കണേ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ബെതേൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് അബ്രഹാം ഇട്ട പേര് മൗണ്ടൻ എന്നാണ്. മനസ്സിൽ വെച്ചോ, മൗണ്ടൻ. ഇസഹാക്ക് ആ സ്ഥലത്തിനിട്ട പേര് ഫീൽഡ് എന്നാണ്. ഫീൽഡ്, വെളിപ്രദേശം, ഫീൽഡ്, മൗണ്ടൻ ഫീൽഡായി. ശ്രദ്ധിക്കണേ, ഒന്നാം തലമുറക്കാരൻ അബ്രഹാം ആ ഒരു പ്ലേസിനെ ഒരു വലിയ മൗണ്ടനായിട്ട് കണ്ടു. ഐസക് ആ പ്ലേസിനെ ഫീൽഡ് ആയിട്ട് കണ്ടു, അതായത് മൗണ്ടനകത്തെ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിട്ട് കണ്ടു. യാക്കോബ് ആ സ്ഥലത്തെ ഹൗസ് ഓഫ് ഗോഡ് എന്ന് കണ്ടു, ദൈവത്തിന്റെ ഭവനം. ആദ്യത്തെ ജനറേഷൻ ഒരു പർവ്വതം കണ്ടു, രണ്ടാം ജനറേഷൻ ഒരു ഫീൽഡ് കണ്ടു, മൂന്നാം ജനറേഷൻ വന്നപ്പോൾ ആ ഫീൽഡിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഹൗസ് ഓഫ് ഗോഡ് കണ്ടു. ഓരോ ജനറേഷൻ കഴിയും തോറും ഇത് ചെറുതാകുകയല്ല, ഇത് ഷാർപ്പാകുക. ഓ, റെവലേഷൻ വിൽ ഓൾവേസ് ബി ഷാർപ്പൻഡ് ഫ്രം വൺ മൗത്ത് ടു അനദർ മൗത്ത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ റെവലേഷൻ നിങ്ങളുടെ നാവിലൂടെ പുറത്തു പോകുമ്പോ ഞാൻ പറഞ്ഞതിനേക്കാൾ ഇരട്ടി പവറും ഇരട്ടി മൂർച്ചയും കാണും. ഹല്ലേലൂയ. ഞാനൊരു പർവ്വതം പറയുന്നു, നിങ്ങളതിനെ ഒരു ഫീൽഡാക്കി മാറ്റുന്നു, നിങ്ങളുടെ തലമുറ അതിനെ ഹൗസ് ഓഫ് ഗോഡ് ആക്കി മാറ്റും. ഇതെന്താണെന്ന് ഞാൻ പറയാൻ പോവാ. ഈ ജെനസിസ് ചാപ്റ്റർ 28 ഒന്ന് പറഞ്ഞു. നമ്മുടെ മൂന്നാം ജനറേഷനിലേക്ക് ഒന്ന് പോവുക. എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. 28 ഒരു ഭയങ്കര ചാപ്റ്റർ ആണ്. എനിക്ക് എല്ലാ മിസ്റ്റിക്സിനും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ 28. 28 എബ്രഹാം ആ സ്ഥലത്ത് വരുന്നുണ്ട്. 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഈ യാക്കോബ് ബേർഷേബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവിടെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ, എല്ലാവരും കേൾക്കണം, ഒരു സ്ഥലത്ത്, അണ്ടർലൈൻ ദാറ്റ് പോയിന്റ്, ഒന്ന് നോട്ട് ചെയ്യണം. ദ പ്ലേസ് എന്ന ദ പ്ലേസ്, ഇതൊരു പ്രധാന പോയിന്റ് ആണോ, ദ പ്ലേസ്. സോ യാക്കോബ് അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്തു. കേൾക്കണം, കല്ലുകളിൽ ഒന്നെടുത്തു. ഇനി ഞാന് ഈ കല്ല് അവിടെ നിൽക്കട്ടെ. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോയി നമുക്ക് രണ്ടുപേരും കോയിൻസൈഡ് ചെയ്ത് പഠിക്കാനായിട്ടാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 20-21 നോക്കി. 33-ന്റെ 20-21 അവിടെ ദൈവം മോസസിനെ വിളിക്കുക. മോസസിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്ന് ഞാൻ അവൻ കൽപ്പിച്ചു. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. കേൾക്കുന്നുണ്ടോ? ഒരു സ്ഥലമുണ്ട്. ഐ ലവ് ഇറ്റ്. ഒരു സ്ഥലമുണ്ട്. അവിടെ ആ പാറമേൽ നീ നിൽക്കണം. ഇവിടെ ഒരു മനുഷ്യൻ, ജേക്കബ്, he was sleeping on that rock. Here another mystic is standing on the rock. പാറമേൽ നിൽക്കണം. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേൾക്കാൻ പോകും നിങ്ങൾ. ഇത് all the glory to the Lord. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അഹങ്കാരം എന്ന് പറയല്ലേ കേട്ടോ. ഞാൻ ഈ കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ അങ്ങ് പറയുന്നേ, അഹങ്കാരം എന്ന് പറയരുത്. പൗലോസ് പറയുന്ന പോലെ കർത്താവിന്റെ കുരിശിലെ എനിക്ക് പ്രശംസിക്കാനുള്ളെങ്കിലും ഇത് ഞാൻ അങ്ങ് പറയും, ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ, നിങ്ങൾ എന്നേക്കാൾ വലിയ മിസ്റ്റേക്കുകളായി ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ
ബേഥേലിലേക്ക് വരിക. ബേഥേൽ ഒരു വലിയ വലിയ സ്ഥലമാണ്. നമ്മൾ ഈ പെട്ടെന്നൊന്നും ഇറങ്ങത്തില്ല. ബേഥേൽ കുറച്ച് ദിവസം നമ്മളെ കൊണ്ട് പോകും. ഇവിടെ ഒരാളോട് പറയുന്നു, അവനൊരു ആ സ്ഥലത്തെത്തി കല്ലുകളിൽ ഒന്നെടുത്ത് തലകണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഒരുത്തൻ കല്ലിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. അപ്പുറത്ത് ഒരു മച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 4th ലെവലിലെത്തിയ ആളാണ്. മിസ്റ്റിസിസത്തിന്റെ 4th ലെവലിലെത്തിയ ഒരാൾ, മോസസ്, ഒരു സ്ഥലത്തെത്തി കല്ലിന്റെ മേൽ, ഒരു പാറയുടെ മേൽ നിർത്തി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇച്ചിരി ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ ജെനസിസ് ചാപ്റ്റർ 28 verse 11 കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന പദം മേബൻ എന്ന. മേബൻ. ലിസൺ, മേബൻ. അതുപോലെ തന്നെ എക്സോഡസ് ചാപ്റ്റർ 33 verse 21 അവിടെ റോക്ക് എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു പദം സൂർ എന്നാണ്. സൂർ. ഇവിടെ മേബനും അവിടെ സൂറും. ഈ മേബനിൽ കിടക്കുന്നത് ജേക്കബും സൂറിൽ നിൽക്കുന്നത് മോസസുമാണ്. മേബനിൽ കിടക്കുന്നവൻ ഒരു കോവേണി കണ്ടു, സൂറിൽ നിൽക്കുന്നവൻ ദൈവത്തിന്റെ ഗ്ലോറി കണ്ടു. ബാക്ക് പാർട്ട്. ഇനി ഈ മേബൻ എന്താണെന്ന് സൂർ എന്താണെന്ന് പറയാൻ പോവാ. ഈ മേബൻ എന്ന വേർഡിന്റെ അർത്ഥം is a weight or a scale the stone used on potter's wheel. ഈ കുശവൻ, ഇത് കേൾക്കണം, എവരിബഡി ലിസൺ ടു മീ. കുശവൻ അവന്റെ പാത്രം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൗണ്ട് വീലിന്റെ പേരാണ് മേബൻ എന്ന് പറഞ്ഞാൽ ഈ മേബന്റെ മുകളിൽ വെച്ചാണ് കളിമണ്ണിനെ മോൾഡ് ചെയ്ത് കുശവൻ തന്റെ ഇഷ്ടമുള്ള പാത്രമാക്കി മാറ്റാൻ പോകുന്നത്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുശവന്റെ കല്ല, അതൊരു മെഷറിംഗ് റോഡാണ്, മെഷറിംഗ് സ്റ്റോൺ ആണ്. ശരി, അടുത്ത കൂടെ പറയാം. സൂർ എന്ന വാക്കിന്റെ അർത്ഥം പറയാം. സൂർ എന്ന വാക്കിന്റെ അർത്ഥം ഈസ് എ ക്രഷിംഗ് സ്റ്റോൺ. ക്യാൻ യു ഹിയർ മീ? ക്രഷിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒലിവുകായെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ല്. ഒലിവുകായെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ല്. ക്രഷിംഗ് സ്റ്റോൺ. നിങ്ങൾക്ക് I think you are okay. Okay. യാക്കോബിനെ ദൈവം കിടത്തിയത് പോർട്ടേഴ്സ് വീലിലാണ്. മോസസിനെ ദൈവം നിർത്തിയത് ക്രഷിംഗ് സ്റ്റോണിലാണ്. ക്രഷ് ചെയ്തതിന്റെ കാരണം അകത്തുള്ളതിനെ പുറത്തെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അകത്തുള്ളതിനെ പുറത്തെടുക്കാൻ വേണ്ടിയാണ് ക്രഷിംഗ്. മോസസിനെ മോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോസസ് ഓൾറെഡി ക്യാരിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇനി ഈ മനുഷ്യൻ ഈ സ്ഥലത്ത് നിന്ന് പ്രാപിക്കാൻ പോകുന്ന ഗ്ലോറി പുറത്തുള്ള ഗ്ലോറി അല്ല,
അവന്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്ത ഗ്ലോറിയാണ്. അകത്ത് ഡിപ്പോസിറ്റ് ചെയ്ത ഗ്ലോറി അവനെ ക്രഷ് ചെയ്ത് ആ പിളർപ്പിൽ നിർത്തി അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പോവുക. ഒന്നുകൂടെ പറഞ്ഞാൽ, മോസസിന്റെ മുഖത്ത് വെളിപ്പെട്ട മഹത്വം മോസസിന്റെ അകത്ത് വെളിപ്പെട്ട മഹത്വമാണ്. ഹല്ലേലൂയ. മോസസിന്റെ മുഖത്ത് വെളിപ്പെട്ട മഹത്വം മോസസിന്റെ അകത്ത് വെളിപ്പെട്ട മഹത്വത്തെ ക്രഷ് ചെയ്താണ്. പാറയുടെ പിളർപ്പ് എന്ന് പറയുമ്പോൾ സ്പിരിച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, that's a crushing stone, that is a place God is crushing that man. അവന്റെ അകത്ത് വെളിപ്പെട്ട മഹത്വം അവന്റെ മുഖത്തൂടെ വെളി വന്നു, ലീക്ക് ഔട്ടായി. എത്ര പേർക്ക് പിടികിട്ടി? ഹല്ലേലൂയ. പക്ഷെ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നിന്നെ ക്രഷ് ചെയ്യാൻ സമയമായിട്ടില്ല, നീ കിടക്കേണ്ടത് ഒരു മോൾഡ് ചെയ്യേണ്ട ഒരു പോർട്ടറിന്റെ വീലിന്റെ പുറത്താണ്. യാക്കോബിനെ കൊണ്ടുപോയി ഒരു കുശവന്റെ കല്ലിന്റെ പുറത്ത് കിടത്തിയിട്ട് അവനോട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ നിന്നെ മോൾഡ് ചെയ്യാൻ പോവാ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ നിന്നെ മോൾഡ് ചെയ്യാൻ പോവാ. ഞാൻ നിന്നെ എനിക്ക് ഉപയോഗമുള്ള ഒരു പാത്രമായി മെനഞ്ഞെടുക്കാൻ പോവാ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മിയബൻ എന്ന് പറയുന്നത് ഇവനെ മെഷർ ചെയ്ത് അളന്ന് തൂക്കി ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമായി മെനയാൻ അവനെ കിടത്തിയിട്ടിരിക്കുക. ചേർന്ന് ആമേൻ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? Can you say amen? So Jacob, listen, Jacob was upon a porter stone. Moses was upon a crushing stone. ഇതാണ് സ്പിരിച്വാലിറ്റി. നമ്മൾ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ ഇടാൻ പോകുന്നത് പോർട്ടറിന്റെ പുറത്താണ്. നമ്മുടെ പോർട്ടർ വീലിന്റെ മേളിലാണ് കിടക്കേണ്ടത്. പോർട്ടൽ വീലിന്റെ മുകളിൽ കിടന്നാൽ ഒരു ദിവസം നിന്നെ ക്രഷിംഗ് സ്റ്റോണിൽ കൊണ്ട് നിർത്തും. ഇവിടെ വെച്ച് നീ മോൾഡ് ആയാൽ നാളെ നിന്നെ ദൈവം ചക്കിൽ കൊണ്ട് നിർത്തും. അവിടെ നിന്റെ മഹിമ ലോകം കാണും. നിങ്ങൾ കണ്ടോ, മോസസ് താഴോട്ട് ഇറങ്ങിയപ്പോ മുഖത്തെ തേജസ് കാരണം ജനത്തിന് നോക്കാൻ പറ്റിയില്ല. He was carrying the presence. The presence of glory of God was leaking out. Amen. Are you happy? Hallelujah. ജേക്കബിനെ പിടിച്ചെടുത്ത് ദൈവം അവിടെ കിടത്തിയേക്കുക. ഇനി അടുത്തത്, ഇനി ഞാൻ ഹമാക്കോം എന്ന് പറഞ്ഞാൽ, ഹമാക്കോം ആ സ്ഥലം എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് ഹമാക്കോം. ഹമാക്കോം ശ്രദ്ധിക്കുക, ഹമാക്കോം. എവരിബഡി ലിസൺ ദാറ്റ് വേർഡ്, ഹമാക്കോം. ഹോം എന്ന വേർഡിന്റെ അർത്ഥം പ്ലേസ്. ഹമാക്കോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം ഓഫ് ഗോഡ്. നെയിം ഓഫ് ഗോഡ്. ഹമാക്കോം ഈസ് എ നെയിം ഓഫ് ഗോഡ്. അങ്ങനെ ദൈവത്തിന്റെ നാമമെന്ന. The word calm is the place of meditation. ഹമാക്കോം ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് ഒരു സ്ഥലത്തെത്തി. the place, ഹമാക്കോം. ഹമാക്കോം is the name of God. അബ്രഹാം തല ഉയർത്തി നോക്കി ദൂരെ ആ സ്ഥലം കണ്ടു. That place, that is ഹമാക്കോം. അബ്രഹാം ഹമാക്കോം കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഇസഹാക്കിനെ യാഗം നടത്തിയത്. ഇസഹാക്കിനെ യാഗം നടത്തിയ അതേ ഹമാക്കോമിലാണ് ആ പുത്രൻ എത്തിയത്. അപ്പം അബ്രഹാം ഹമാക്കോമിലെത്തി, ഇസഹാക്കും അവിടെ എത്തി, യാക്കോബും ഹമാക്കോമിലെത്തി. ഈ 3 ജനറേഷനും ദൈവത്തിങ്കൽ നിന്ന് ഒരു എൻകൗണ്ടർ വാങ്ങിച്ചത് ഈ ഹമാക്കോമിലാണ്. ദാറ്റ് പ്ലേസ് ഈസ് ബെഥേൽ. പക്ഷെ അബ്രഹാം ആ സ്ഥലത്തിന് പർവ്വതം എന്ന് പേരിട്ടു. ഇസഹാക്ക് ആ സ്ഥലത്തിന് ധ്യാനിക്കുന്ന വെളിമ്പ്രദേശം എന്ന് പേരിട്ടു. യാക്കോബ് വന്നപ്പോ പറഞ്ഞു, ഇത് വെളിമ്പ്രദേശവുമല്ല, ഇത് മലയുമല്ല, ഇത് ദൈവാദി ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ വീടാണ്, ഇത് സ്വർഗത്തിന്റെ ഗേറ്റ് ആണെന്ന് പറഞ്ഞു. ഓ കമോൺ,
റെവല്യൂഷന്റെ മൂന്നാമത്തെ ലെയർ ഓപ്പൺ ആയപ്പോ പർവ്വതം ഒരു ദൈവ വീടായി മാറി. ഹൗസ് ഓഫ് ഗോഡ്, ലിസൺ ടു മീ. ഇനി അടുത്തതാ വരുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാക്കണം. ആ കല്ല് ഏതാണ്? യബൻ. ഇനി യബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏബ് പ്ലസ് ബെൻ. ഏബ് എന്ന് പറഞ്ഞാൽ ആബ, അപ്പ, പിതാവ്. ബെൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. ഏബ് എന്ന് പറഞ്ഞാൽ അപ്പന്റെ പുത്രൻ. അപ്പന്റെ പുത്രൻ മറ്റാരുമല്ല, ക്രിസ്തുവാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇയാൾ എടുത്ത ഈ കല്ല് ക്രിസ്തുവിനെയാ കാണിക്കുന്നത്. ഇയാൾ എവിടെയാ കിടന്നുറങ്ങുന്നത്? ക്രിസ്തുവിന്റെ പുറത്താ കിടന്നുറങ്ങുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ he was sleeping with Jesus. That means he was united with Jesus. That's all. അടുത്തത്, ബൈബിളിൽ നിങ്ങൾ എവിടെ സ്ലീപ്പിംഗ് വായിച്ചോ? സ്ലീപ്പിംഗ് എന്ന് വായിക്കുമ്പോ is talking about death. Death. സ്ലീപ്പിംഗ് മരണത്തെ കാണിക്കുന്നത്. ഞാൻ അതിന് ഒന്ന് രണ്ട് റെഫറൻസുകൾ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്ലീപ്പിംഗ് ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ഡെത്ത്. ഈ നമുക്കറിയാം, യേശു പറഞ്ഞു ലാസർ നിദ്ര കൊള്ളുന്നു. സ്ലീപ്പിംഗ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ലൈറ്റൻ മൈ ഐസ് ലെസ്റ്റ് ഐ സ്ലീപ്പ് ആൻഡ് സ്ലീപ്പ് ഓഫ് ഡെത്ത്. മരണം. ഹെസേക്കിയ പറഞ്ഞു, 2 Chronicles chapter 32 verse 33, ഹെസേക്കിയ slept with his fathers. ഹെസേക്കിയ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊണ്ടു. നിദ്ര is death. Psalms 13 verse 3, sleep of death. John 11:3, നമ്മുടെ സഹോദരൻ ലാസർ നിദ്ര കൊള്ളുന്നു. 2 കൊരിന്ത്യ ലേഖനം 11:29, അനേകരും നിദ്ര കൊള്ളുന്നു. Sleeping is death. That means Jacob was died with Christ. Listen, this is very important. Abraham, oh my goodness, Abraham used the altar for the animal. അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ക്ലൈമാക്സിൽ Abraham used his son as a sacrifice. Third generation വന്നപ്പോ he never used his son or an animal as a sacrifice. Third generation പറഞ്ഞു, I am the sacrifice. അപ്പൊ ഈ രാത്രിയിൽ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്ന ജേക്കബ് was sleeping means Jacob became the sacrifice in the Bethel. രണ്ടാമത്തെ ട്രൂത്ത്, ഈ കല്ലിൽ ഇതിനു മുമ്പ് വേറൊരാൾ കിടന്നിട്ടുണ്ട്. അത് ഇയാളുടെ അപ്പനാ. ഇത് ഇസഹാക്ക് കിടന്ന കല്ല. ഇസഹാക്കിനെ കെട്ടിയിട്ട കല്ല. ആ കല്ലിന്റെ പുറത്താ അദ്ദേഹത്തിന്റെ മകൻ കിടക്കുന്നത്. സെയിം സാക്രിഫൈസ്. ഹല്ലേലൂയ. ഇനി അടുത്ത ട്രൂത്ത് പറയാം. അബ്രഹാമിന് ആൾട്ടർ ഉപയോഗിച്ചപ്പോൾ ഫോർ ഫെലോഷിപ്പ്. ഐസക്ക് ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് ഫെയ്ത്ത്. ഇസഹാക്കിന് ഇസ് എ പ്രൂഫ് ഓഫ് ഡെത്ത്. സോറി, ജേക്കബിന് ഇസ് എ പ്രൂഫ് ഓഫ് ഡെത്ത്. ജേക്കബ് വന്നപ്പോ പറഞ്ഞു, ഞാൻ മരിക്കും, പക്ഷെ ഞാൻ മരിച്ചു തീരത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേക്കും. ആമേൻ. കല്ല് തലകണയായി വെച്ച് കിടന്നുറങ്ങുക. ദിസ് ഈസ് സ്ലീപ്പിംഗ്, ദിസ് ഈസ് ഡെത്ത്. മോർണിംഗിൽ എഴുന്നേറ്റു. ഇത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വോത്രം ചെയ്യണം. മോർണിംഗിൽ എഴുന്നേറ്റു, ആ കല്ലിനെ നാട്ടി. ജേക്കബ് വിളിച്ചു പറഞ്ഞു, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ആ കല്ല് ഇവിടെ നാട്ടിട്ട് പറഞ്ഞു, ദിസ് ഈസ് റിസറക്ഷൻ. തീർന്നിട്ടില്ല. He took the oil and poured upon that oil. That means when Jesus Christ resurrected, he will send the Holy Spirit upon everyone. എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കേണ്ട കഥ ഹമാക്കോമിൽ ഈ വിശുദ്ധന്മാർ അവരുടെ യാത്രയിൽ
പ്രതീകാത്മകമായി ചെയ്തു കഴിഞ്ഞു. സ്ലീപ്പിംഗ് വിത്ത് ദ സ്റ്റോൺ ഇസ് ഡെത്ത്. സ്റ്റോണിനെ നാട്ടുന്നത് റിസറക്ഷൻ. അതിന്റെ മേൽ എണ്ണ ഒഴിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവാണ്. It's happened in Bethel. It's happened in Bethel. Oh, I want to tell you one thing, brothers and sisters. The same thing happened in the Bethel. The Holy Spirit came there. Jesus Christ resurrected there. Hallelujah. Bethel is a place of death. Is a place of resurrection. Is a place of anointing. Receive it now. Receive it now. Receive it now. Hallelujah. Hallelujah. സമയം ഓരോ തലമുറ കഴിയുന്തോറും പേര് മാറുക. അബ്രഹാം ആ സ്ഥലത്തെ പർവ്വതം എന്ന് വിളിച്ചു. ഇസഹാ സ്ഥലത്തെ ഇസഹാക്ക് പറഞ്ഞു ദാറ്റ്സ് എ പ്ലേസ് ഓഫ് ഹമാക്കോം. ഹമാക്കോം, ഹമാക്കോം എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്ലേസ് ഓഫ് മെഡിറ്റേഷൻ. അദ്ദേഹം മിസ്റ്റിക്കാണ്. ഇത് മെഡിറ്റേഷൻ ഉപയോഗിച്ചു. വെളിമ്പ്രദേശത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഏതോ താഴ്വരയിലല്ല, ഇതേ സ്ഥലത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തലപൊക്കി നോക്കുമ്പോൾ ദാ വരുന്നു മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ പുറത്ത്, പുതുനിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വസ്ത്രാലങ്കൃതയായ, തേജസ് പ്രാപിച്ച, പരിശുദ്ധയുള്ള, അലങ്കൃതയായ സഭ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളും ഞാനും ആരാധനയുടെയും ധ്യാനത്തിന്റെ പർവ്വത മുകളിൽ കയറിയാൽ you are going to see the perfection of the church. യഥാർത്ഥ എക്ലീസിയെ കാണാൻ ആഗ്രഹിക്കുന്നവർ പർവ്വത മുകളിൽ ധ്യാനത്തിന് കയറിക്കോ. മെഡിറ്റേറ്റ്, കോണ്ടംപ്ലേറ്റീവ് മെഡിറ്റേറ്റ്, be a mystic united with God. അവിടെ വേറൊരു മിസ്റ്റിക് ഉണ്ടായിരുന്നു. that is Melchizedek. നിങ്ങൾക്ക് വേറൊരു ട്രൂത്ത് ഞാൻ പറയാം. മോറിയ മലയുടെ മുകളിൽ നിന്ന് അബ്രഹാം ഒറ്റയ്ക്കാ താഴോട്ട് പോയത്. ഞാനും ബാലകനും അവിടത്തോളം വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയത് അബ്രഹാം മാത്രമേ ഉള്ളൂ. ഇസഹാക്ക് he was with the Lord. ആ നിമിഷം മുതൽ അബ്രഹാം നിന്റെ പുത്രനായ ഇസഹാക്ക് മൽക്കീസദേക്കിന്റെ കൂടെ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് പോയി. പിന്നെ നമ്മൾ ഇസഹാക്കിനെ കാണുന്നത് സാറായി മരിക്കുമ്പോൾ കൂടാരത്തിൽ വരുമ്പോഴാണ്. ഇനി പറഞ്ഞു വരുന്നതിന്റെ എല്ലാം സാരം, these all people are related with the revelations. വെളിപ്പാടുകളെ കൊണ്ട് കുതിർന്നവരാണ്. നമ്മളിത് കഥകളായിട്ട് വായിക്കുക, പക്ഷെ ഇതെല്ലാം രഹസ്യങ്ങളാണ്, മർമ്മങ്ങളുടെ കലവറകളാണ്. നമ്മൾ നോക്കുമ്പോൾ തലയണയുടെ പുറത്ത് കിടക്കുന്നു, പക്ഷെ വെളിപ്പാടിൽ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂടെ ഒന്നായി കിടക്കുക. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു. നമ്മൾ നോക്കുമ്പോൾ ഒരു വേലിക്കല്ലെടുത്ത് നാട്ടുന്നു, പക്ഷെ പുതുനിയമത്തിന്റെ കാഴ്ചപ്പാടിൽ അത് ഉയർത്തെഴുന്നേൽപ്പ. യാക്കോബിന് മനസ്സിലായി, എന്റെ അപ്പൻ യാഗം നടത്തിയപ്പോൾ അതെല്ലാം വെണ്ണീറായി, ഒന്നും ഉയർത്തില്ല. ഞാൻ ഉയർക്കും, കാരണം ഞാൻ ഉയർത്തവന്റെ തലമുറയാണ്. ഞാൻ ഉയർത്തവന്റെ തലമുറയാണ്. അതാരാ? ഇസഹാക്കിന്റെ തലമുറയാണ്. ഇസഹാക്ക് യാഗപീഠത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. ഞാൻ ഐ ആം എ ചൈൽഡ് ഓഫ് റിസറക്ഷൻ. ബേഥേൽ is a starting point for every mystics. ഓരോ വിശുദ്ധന്മാരും അവരുടെ യാത്ര തുടങ്ങുന്നത് അവിടെയാണ്. അവിടെയാ ദൈവത്തിന്റെ ഷെഖേന. അവിടെയാ ദൈവത്തിന്റെ ഷെഖേന. ഓ ഐ ലവ് ഇറ്റ്. അവിടെയാ ദൈവത്തിന്റെ ഷെഖേന. ഞാനിത് വെറുതെ പറയല്ല, ഇത് മൊത്തം നിങ്ങളിൽ സംഭവിക്കാൻ പോവുക. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കല്ല വരാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുക. ഇപ്പോൾ തന്നെ നിങ്ങൾ അത് അനുഭവിക്കും. ആ റിസറക്ഷൻ പവർ നിങ്ങൾ അനുഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ റിസറക്ഷൻ പവർ നിങ്ങൾ അനുഭവിക്കും. ഓ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. I feel the presence of the Holy Spirit here. I feel the glorious presence of God is here. Thank you, Lord.
Thank you, Lord. ഭയം, ഒറ്റപ്പെടൽ, ഞെരുക്കം, ശൂന്യതകൾ. That is the opportunity. Don't forget, brothers and sisters. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ തിന്മയും നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള അനുഭവങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ വീടുകൾ ഹെവനായി മാറുക, നിങ്ങളുടെ ഭവനങ്ങൾ സ്വർഗമായി മാറുക. നിങ്ങളുടെ ഭവനം സ്വർഗത്തിന്റെ ഒരു ചെറിയ മിനിച്ചറായി മാറാൻ പോകും. ബേഥേലിനെ കുറിച്ച് നമ്മൾ തുടങ്ങുക. നമ്മുടെ യാത്രയിൽ കുറച്ചു നേരം നമ്മൾ ബേഥേലിനോടൊപ്പം പോകണം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിസറക്ഷൻ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മുമ്പ് ഒരു പേരുണ്ടായിരുന്നു. അതാ റെവലേഷൻ, ലൂസ്. ലൂസ് എന്ന വേർഡിന്റെ അർത്ഥം ആൽമണ്ട്, ആൽമണ്ട് ട്രീ എന്നാണ്. ബൈബിളിൽ നോക്കിയോ, ആൽമണ്ട് ട്രീ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് റിസറക്ഷൻ. കാരണം ആദ്യമായിട്ട് പൂവിട്ട് കായ്ക്കുന്ന മരം ആൽമണ്ടാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, റിസറക്ഷൻ. വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവച്ച, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവച്ച അഹരോന്റെ വടി ബദാമരമാ. ദാറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് റിസറക്ഷൻ. യാക്കോബിന് മനസ്സിലായി, ഇത് മരണത്തിന്റെ സ്ഥലമല്ല, ഇത് റിസറക്ഷന്റെ സ്ഥലമാണ്. എന്റെ ചേട്ടൻ എന്നെ കൊല്ലാൻ ഓടിക്കുക, പക്ഷെ ഞാൻ ലൂസിലാണ് എത്തിയത്. ഞാൻ മരിച്ചാലും ജീവിക്കും. I am in the place of resurrection. I am in the place of uprightness. I am in the place of reformation. I am in the place of resurrection. Nobody can kill me. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. ഈ പ്ലേസിനെ മനസ്സിൽ വെച്ചിട്ട് ജീസസ് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ തിരിച്ചു പണിയാം. From where he got this revelation? Jesus was talking about the revelation of Bethel. അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തു 3-ാം തലമുറയിലെ യാക്കോബിന്റെ ബേഥേലിലേക്ക് വന്നിട്ട് അവർ, ഒന്ന് പൊളിക്കാമോ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. വേറൊരു കാര്യം പറയാം. യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലത്താണ് യെരൂശലേം ദേവാലയം പടുത്തുയർത്തിയത്. ശലോമോൻ ഉണ്ടാക്കിയ യെരൂശലേം ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്കുള്ള രൂപം ഒരു മനുഷ്യൻ കിടക്കുന്ന രൂപമാണ്. ഇത് കേട്ടോണം. കൈകാലുകളുള്ള, വിരലുകൾ ഉള്ള, 10 വിരലൊക്കെ ഉള്ള, അതൊക്കെ 10 വിരലെല്ലാം 10 താമരത്തൊട്ടിയാണ്. 2 തൂണുകളുള്ള, 2 കാലുകൾ, ഒരു പുരുഷൻ കിടക്കുന്നത് പോലെയാണ് യെരൂശലേം ദേവാലയം. യാക്കോബിന്റെ എന്തുവാ അനാട്ടമി അനുസരിച്ചാണ് ദൈവാലയം പണിതത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് പൊളിക്കാമെങ്കിൽ ഞാൻ 3 ദിവസം കൊണ്ട് പണി എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഷേപ്പും ഒരു ബോഡിയുടെ ഷേപ്പാണ്, എന്റെ ശരീരവും സെയിം ആണ് എന്ന് പറഞ്ഞാൽ, ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന ദേഹരൂപത്തിൽ, ശരീരരൂപത്തിൽ ഇരിക്കുന്ന ആലയങ്ങളെ മുൻകൂട്ടി കണ്ടോണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് ആലയത്തിന്റെ രൂപരേഖ ദൈവം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളായിരുന്നു യെരൂശലേമിന്റെ രൂപരേഖ. യെരൂശലേമിന്റെ ബ്ലൂ പ്രിന്റ് നിങ്ങളെ സ്വർണത്തിൽ ഉണ്ടാക്കിയപ്പോൾ, യെരൂശലേം നിങ്ങളെ ജീവനോടെ കിട്ടിയപ്പോൾ, ഇതാണ് ദൈവത്തിന്റെ ഒറിജിനൽ. എന്റെ രൂപത്തിലാ യെരൂശലേം ദേവാലയം. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് അത് പൊളിക്കാമെങ്കിൽ ഞാൻ പണി എന്ന് പറയാൻ, ഞങ്ങൾ 2 സെയിം ആണ്. അതിനും മനുഷ്യരൂപം, എന്റെ മനുഷ്യരൂപം. അത് പൊളിക്കാമെങ്കിൽ ഞാൻ 3 ദിവസം കൊണ്ട് പണിയാന്ന് പറഞ്ഞു. തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ആലയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, 70 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു കളഞ്ഞു. Just like the body of Christ. From where Jesus took that revelation is from Bethel. From where he's talking about resurrection. നിങ്ങൾക്ക് അറിയില്ലേ, അവൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു. വായിച്ചിട്ടുണ്ടോ? എല്ലാരും ചോദ്യമാ, തിരുവെഴുത്ത് പ്രകാരം ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തിൽ എവിടെ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റെന്ന്? It's in the mystery in Bethel. Bethel. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു ബെഥേൽ. തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു ബെഥേൽ. ബെഥേലാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്ന ഏക സ്ഥലം. ഇത് തിയോളജിയൻ പറഞ്ഞിട്ടില്ല, പക്ഷെ മിസ്റ്റിക്കൽ സ്കൂളിൽ ഗോഡ് ഈസ് റിവീലിംഗ് ദിസ് മിസ്റ്ററി ടു യു. ഇതിന് ആൻസർ ഇതുവരെ
നിരീശ്വരവാദിക്ക് പോലും കൊടുക്കാൻ നമ്മൾ ബബ്ബബ പറയുക. Is the mystery of Bethel. Bethel. Be blessed, brothers and sisters. എനിക്കറിയാം ഇന്ന് immensive revelations ഓപ്പൺ ആയിട്ടുണ്ട്. Immensive revelations. God is blessing you. God is blessing you, brothers and sisters. We are one with God. ദൈവവും നാം ഒന്നാണ്. Nobody can separate us from God. പോൾ പറയാണ്, ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ല. ഐ എം യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. Now I am going to pray for you. I am going to release the presence of God in your family right now. നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ ഞാൻ റിലീസ് ചെയ്യാം. In the mighty name of Jesus Christ. God is going to fill you with his presence. You're going to enjoy the presence. You're going to drink the presence. You're going to swallow the presence. You're going to carry the presence of God. Receive the presence of God in your family right now. Receive now. Receive now. Receive in the mighty name of Jesus. Oh, hallelujah. Oh, Jesus. The presence of the Holy Ghost നിങ്ങളുടെ മേൽ വന്നിറങ്ങുകയാണ്. നിങ്ങളുടെ ഇരിപ്പിടം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറി, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ മുറികൾ, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ കിച്ചൺ, നിങ്ങളുടെ പോകുന്ന ഏരിയ മൊത്തം സാന്നിധ്യം, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയാൻ പോവുക. Cannot hold it now. Going to carry the presence of God. Lord, I bless each and every one in the mighty name of Jesus. Amen. Amen.